എങ്ങനെയാണ് നമ്മളിതിനെ റിലീസ് ചെയ്യുക? എങ്ങനെയാണ് ഇതിന്ന് പുറത്ത് വരിക? അത് കംപ്ലീറ്റ്ലി പോസിബിൾ ആണോ? അപ്പോൾ ഇനി എനിക്കിത് സാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ ക്വിറ്റ് ചെയ്യും. പക്ഷേ ക്വിറ്റ് അല്ല അവിടെ ചെയ്യേണ്ടത്. നമ്മളുടെ തോട്ട്സിൻ്റെയും ഇമോഷൻസിൻ്റെയും റെഗുലേറ്റ് ചെയ്യാൻ നമ്മൾ അറിയില്ല. ഫോർ എക്സാമ്പിൾ, ഷിബ്ല ഇപ്പം നമ്മുടെ ജോലിയിലൊരു പ്രൊമോഷൻ കിട്ടി. അതിന് താങ്ക് യു പറയുന്നതും സാധാരണ ഒരു ശ്വാസം എടുക്കുന്നതിന് താങ്ക് യു പറയുന്നതും ബ്രെയിനിന് ഒന്നാണ്. താങ്ക് യു ഫ്രീക്വൻസി ഈസ് ഫ്രീക്വൻസി. സോ ആ അൽഗോരിതം മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പിറ്റേഷൻ വേണം. അവരാദ്യം തന്നെ ചെയ്യുന്ന കാര്യം, I'm okay, I'm cool, nothing is happening for me. No, you are lying. Family constellation, we are walking through the map. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ ആ അച്ഛനെ നമ്മൾ കണ്ട് നമ്മുടെ അച്ഛൻ്റെ ആ പെയിൻ നമ്മൾ അച്ഛനിലേക്ക് തന്നെ കൊടുക്കുകയാണ്. ഇനി ഉള്ള സത്യം എന്ന് പറഞ്ഞാൽ, വെൻ യു ചേഞ്ച് യുവർ ഇൻറ്റേർണൽ റിയാലിറ്റി, നമ്മുടെ ബിലീഫ് സിസ്റ്റം ആവാം, നമ്മുടെ തോട്ട്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന രീതിയാവാം, ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന രീതിയാവാം, എക്സ്റ്റേർണൽ റിയാലിറ്റി വിൽ ഷിഫ്റ്റ് അക്കോർഡിംഗ്ലി. ഇപ്പോൾ നമുക്കിങ്ങനൊരു അവയർനെസ് വന്നു, അതായത് എനിക്കിങ്ങനെ ജനറേഷനലി ആണ് എൻ്റെ ഒരു പാറ്റേൺ ഉള്ളത് എന്നുള്ളൊരു അവയർനെസ് വന്നാൽ പിന്നെയുള്ളൊരു സ്റ്റെപ്പ് എന്താണ്? എങ്ങനെയാണ് നമ്മളിതിനെ റിലീസ് ചെയ്യുക? എങ്ങനെയാണ് ഇതിന് പുറത്ത് വരിക? അത് കംപ്ലീറ്റ്ലി പോസിബിൾ ആണോ? ഇസ് ഇറ്റ് ഭയങ്കര ടൈം ടേക്കിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയാണോ? ഭയങ്കര എഫേർട്ടുള്ളൊരു പരിപാടിയാണോ? എന്താണ് ഇതിനെക്കുറിച്ച്? അതായത് റെമഡി എന്ന് പറയുന്നത് ഫസ്റ്റ് അവയർനെസ് ആണ് നമുക്ക് വേണ്ടത്. അതായത് നമുക്ക് ഇതിനകത്ത് നിന്ന് പുറത്തു വരാൻ പറ്റും, 100% പുറത്തു വരാൻ പറ്റും. അത് ട്രൂത്ത് ആയിട്ടുള്ളൊരു കാര്യമാണ്, ട്രൂത്ത്ഫുള്ളി ആയിട്ട് തന്നെ പറയുന്നതാണ്. സോ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവെയർ ആവുക. അതായത് എനിക്ക് ഈ പാറ്റേൺ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമ്മുടെ പേരൻസിനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവർക്ക് ആ പാറ്റേൺ ഉണ്ടെന്ന് പോലും അവർ തിരിച്ചറിയുന്നില്ല. അതവർ ഇതാണ് എൻ്റെ ഐഡൻറ്റിറ്റി, ഇതാണ് എൻ്റെ സ്വഭാവം, അതാണ് അവരുടെ ഒരു ഇത്. അപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റിയെ എനിക്ക് മാറ്റാൻ പറ്റുമെന്നുള്ളൊരു അവയർനെസ് നമുക്ക് വേണം. എനിക്ക് എൻ്റെ പാറ്റേണിനെ റിലീസ് ചെയ്യാൻ പറ്റും, അതിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ആ തിരിച്ചറിവ്, ഇതൊരു പ്രോബ്ലമാണ്, അല്ലെങ്കിൽ ഇത് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, സോ അതിൽ എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു അവയർനെസ് ആണ് ആദ്യം വേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ തന്നെ, അതായത് എന്ത് പാറ്റേൺ ആണ് എൻ്റെ, ഇത് എത്ര ഓഫൻലി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ ധാരണ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്ക്. നെക്സ്റ്റ് ഷിബ്ല, ദ മെയിൻ തിങ്, എല്ലാം അവെയറായി തിരിച്ചറിഞ്ഞു. ഇനി വേണ്ടത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പറയണേ കേട്ടോ, പക്ഷേ ഇറ്റ്സ് ബിറ്റ് ടഫ് ടു ഡു, എളുപ്പമല്ല. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ കാര്യം ഒബ്സർവേഷൻ ആൻഡ് നമ്മളെ തന്നെ. അത് രണ്ട് കാര്യമാണ്. ഒന്ന് നമ്മുടെ തോട്ട്സും ഒന്ന് നമ്മുടെ ഇമോഷൻസും. ഇതിലാണല്ലോ നമ്മൾ വർക്ക് ചെയ്യാനല്ലേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ തോട്ട്സ് പറയാം. അപ്പോൾ തോട്ട്സിൽ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, അതിപ്പം നമുക്ക് നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ പേരൻസോ ആർക്കെങ്കിലും ഇതുണ്ടാവും. നമ്മൾ നോക്കിയാൽ മതി, നമ്മുടെ ഫാമിലിയിൽ നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും, ആ ഒരു പാറ്റേൺ ആരില്ലെങ്കിലും. അതായത് കണ്ടിന്യൂസ്ലി അവർ ആങ്ഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരത് വിടില്ല, അവരതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. സോ ഇതിനകത്ത് ഏറ്റവും ബ്യൂട്ടിഫുള്ളി ചെയ്യാൻ പറ്റുന്നത്, വി നീഡ് ടു റീവയർ അവർ തോട്ട്സ്. അതായത് റെഗുലേഷനാണ് നമുക്ക് വേണ്ടത്. നമ്മൾ വിചാരിക്കും, എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കിത് പ്രോബ്ലം ഉണ്ട്. നമ്മളെപ്പോഴും വിക്ടിം മോഡാണല്ലോ. അപ്പം എനിക്കിത് കഴിയുന്നില്ല, സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ അവിടെ എല്ലാ പോസിബിലിറ്റീസും അവിടെ അടയ്ക്കുവാണ്. എൻ്റെ വിധി ഇതാണ്, എൻ്റെ സ്വഭാവം ഇതാണ്, എൻ്റെ കാര്യം ഇതാണ്, എനിക്കിനി നന്നാവാൻ പറ്റുമോ, ഞാൻ പലതും ചെയ്തു നോക്കി, ഒന്നും വർക്കൗട്ട് ആവുന്നില്ല, പക്ഷേ എന്താ പറയുക, ഞാൻ എന്തൊക്കെ ശ്രമിച്ചിട്ടും ഒന്നും നടക്കുന്നില്ല, അപ്പോൾ ഇനി എനിക്കിത് സാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ ക്വിറ്റ് ചെയ്യും. പക്ഷേ ക്വിറ്റ് അല്ല അവിടെ ചെയ്യേണ്ടത്. നമുക്കവിടെ ഒരു റെഗുലേഷനാണ് വേണ്ടത്. നമ്മളെപ്പോഴും സെൽഫ് സാബിറ്റേജ്, നമ്മളെപ്പോഴും നമ്മൾ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എനിക്ക് നന്നാവാൻ പറ്റുന്നില്ല, ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് നന്നാവുന്നില്ല, ഞാൻ എന്തോരം ഇത് ചെയ്തിട്ടും അതൊന്നും വർക്കായില്ല. പക്ഷെ ആക്ച്വലി നമ്മളല്ല, അതായത് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് യു ലാക്ക് മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് യു ഡോണ്ട് വോണ്ട് ടു കം ഔട്ട് ഫ്രം ഇറ്റ്, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടോ നമുക്ക് സാധിക്കാത്തതുകൊണ്ടോ അല്ല അത് പുറത്തേക്ക് വരാത്ത. ദിസ് ഇസ് എ റെഗുലേഷൻ ഇഷ്യൂ. നമ്മളുടെ തോട്ട്സിൻ്റെയും ഇമോഷൻസിൻ്റെയും റെഗുലേറ്റ് ചെയ്യാൻ നമ്മൾ അറിയില്ല. ഫോർ എക്സാമ്പിൾ, ഷിബ്ലയ്ക്ക് ഒരു പ്രോബ്ലം വന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഫിയർ ഉണ്ട്. ഈ ജഡ്ജ്മെൻറ്റ് വന്ന് ഷിബ്ല അതിലിങ്ങനെ ഇരുന്ന് അതിനെ സ്ട്രെസ് ചെയ്ത്, എന്നാലും അത് ശരിയല്ലല്ലോ, ഇത് ശരിയല്ലല്ലോ, ഞാൻ ശരിയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് കംപ്ലീറ്റ്ലി ഷിബ്ലയെ തന്നെ ലൂസ് ചെയ്യും. എന്നിട്ട് ഷിബ്ലനെ തന്നെ കുറ്റപ്പെടുത്തും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ പോയി കുറേ ഫുഡ് കഴിക്കും, ബിഞ്ച് ഈറ്റിംഗ്, മൈൻഡ്ലെസ് സ്ക്രോളിങ്, ഇമോഷണൽ ഈറ്റിംഗ്, ഇതെല്ലാം നമ്മൾ ചെയ്യും. ഡിസ്ട്രാക്ട് ചെയ്യും. കാരണം ദിസ് ഈസ് ദ വേ ഹൗ യുവർ ബോഡി ആൻഡ് യുവർ മൈൻഡ് learned to adapt or regulate that particular stress. So your habits
ഇറ്റ്സ് നോട്ട് യുവർ പ്രോബ്ലം, ദിസ് ഇസ് എ റെഗുലേഷൻ ഇഷ്യൂ. ഇത് തിരിച്ചറിയാൻ നമ്മൾ വൈകി പോവുക. അപ്പം നമ്മൾ തന്നെ കുറ്റപ്പെടുത്തും, ഇതെൻ്റെ പ്രശ്നമാണ്, അല്ല, ഇതൊരു നമ്മുടെ ഇമോഷൻസിൻ്റെയും തോട്ട്സിൻ്റെയും നമ്മുടെ എനർജിയുടെയും റെഗുലേഷൻ്റെ ഇഷ്യൂ ആണെന്ന് ആദ്യത്തെ കാര്യം. ഇനി ഈ തോട്ട്സിൽ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാം? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. പക്ഷേ മനുഷ്യർ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവർക്കത് ഫെമിലിയർ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കംഫർട്ട് സോൺ അല്ല. അപ്പോൾ ഒരു നെഗറ്റീവ് തോട്ട് വന്നു, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ വീണ്ടും നമ്മുടെ ഓരോ തലയിലേക്ക് ഓരോ കാര്യങ്ങൾ വരുന്നു. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഓവർവെൽമിംഗ് ആയി തുടങ്ങുമ്പോൾ നമ്മൾ ഇതെന്താ ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മളൊന്ന് ബ്രേക്ക് എടുക്കുമല്ലോ. അതായത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ തല പൊട്ടിപ്പോകുന്ന രീതിയിലാകുമ്പോഴത്തേക്കും നമ്മളിത് എന്താ ഇങ്ങനെ പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദിസ് എ തോട്ട് ഇൻ മീ. 80% ഓഫ് യുവർ തോട്ട്സും വെറുതെ ആയിട്ട് ഉള്ള കാര്യങ്ങളായിരിക്കും. നമ്മുടെ അസംഷനും പ്രിഡിക്ഷനും നമ്മുടെ ബ്രെയിനിൻ്റെ പേടിയും വെച്ചിട്ടായിരിക്കും എല്ലാം നമ്മൾ പ്രിറ്റൻഡ് ചെയ്യുന്നത്. അതിൽ സത്യമാവണം എന്നൊരു നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഷിബ്ല അവിടെ എന്തോ പറഞ്ഞ് ചിരിച്ചു, അപ്പം എനിക്ക് ഫീൽ ചെയ്തത് എന്നെക്കുറിച്ച് എന്തോ പറഞ്ഞു എന്നാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചോടിക്കും, ഷിബ്ല എന്നെക്കുറിച്ചായിരിക്കും ആവാം. 50-50 പ്രോബബിലിറ്റി അല്ലേ നമുക്ക് പറയാൻ പറ്റും. ഉറപ്പായിട്ടും എനിക്ക് പറയാൻ പറ്റുമോ ഷിബ്ല എന്നെക്കുറിച്ചാണ് പറയുന്നില്ല. അപ്പോൾ 50% എന്നെക്കുറിച്ചായിരിക്കാം, 50% എന്നെക്കുറിച്ചല്ലായിരിക്കാം. സോ മിക്ക തോട്ട്സും ഞാൻ പറഞ്ഞല്ലോ, 70-80% ഓഫ് തോട്ട്സും നമ്മുടെ പ്രോബബിലിറ്റി മാത്രമാണ്, അല്ലാതെ അത് സത്യമല്ല. സോ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കാര്യം, ഈ തോട്ടിനെ നമ്മളിപ്പോൾ ഞാൻ വളരെ ഇതായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കൈ കൊണ്ട് ഈ തോട്ടിനെ എടുക്കുക. അപ്പം നമുക്ക് എന്തോ എടുത്തു എന്നുള്ളൊരു ഫീല് വരും. ഇങ്ങനെ കൈ കൊണ്ട് ആക്ഷൻ. സോ ദാറ്റ് ആക്ഷൻ വിൽ ക്രിയേറ്റ്സ് എ സ്റ്റിമുലേഷൻ ഇൻ യുവർ ബ്രെയിൻ ആൻഡ് യുവർ ബ്രെയിൻ വിൽ ഫീൽ ലൈക്ക് സംതിങ് ഷീ ടുക്ക് ഇറ്റ് ഔട്ട് എന്നുള്ളൊരു ഫീല് വരും. എന്തോ ഇവിടെ എടുത്തിട്ടുണ്ട്, പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ആ തോട്ടിനെ ഞാൻ എടുത്തു. നമ്മൾ ദേഷ്യത്തിലോ സങ്കടത്തിലോ ഒന്നുമല്ല, വളരെ സമാധാനത്തിലെടുത്തു. യു ആർ എ തോട്ട് ഇൻ മീ. ഈ തോട്ടിനോട് നമ്മൾ പറഞ്ഞാൽ മതി, നീ ഒരു തോട്ടാണ്, നീ ഒരു സത്യമല്ല. യു ആർ എ തോട്ട് ആൻഡ് ഐ ആം നോട്ട് യു. ഇവിടെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റിയാണ്. നമ്മൾ എന്താ പറയുക, ഐ ആം സാഡ്, ഐ ആം അൺഹാപ്പി, ഐ ആം ടെൻസ്ഡ്. നോ, യു ആർ ഷിബ്ല. യു ആർ നോട്ട്. ഇപ്പം ഞാൻ ചോദിക്കുകയാണ് ഹൂ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഷിബ്ല പറയൂ ഐ ആം ആങ്കർ, ഐ ആം സാഡ്നെസ്, ബിക്കോസ് യു ആർ നോട്ട്. അത് നമ്മൾ തിരിച്ചറിയണില്ല. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് ഐ ആം അൺഹാപ്പി, ഐ ആം സിക്ക്, ഐ ആം സാഡ്. നോ, ദീസ് ആർ ഇമോഷൻസ് ഇൻ യു, അല്ലെങ്കിൽ ദീസ് ആർ ദ തോട്ട്സ് ഇൻ യു. ദിസ് ഇസ് നോട്ട് യു. യു ആർ ഷിബ്ല, യു ആർ ലൈഫ്. സോ ഇവിടെ ആ ഒരു തിരിച്ചറിവ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇത് ഞാനല്ല, ഇതെൻ്റെ ഒരു തോട്ട് മാത്രമാണ്. അത് അപ്പോഴാണ് ഐഡൻറ്റിറ്റി സെപ്പറേഷൻ. അവിടെ ഒരു സെപ്പറേഷൻ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇത് എൻ്റെ ഉള്ളിൽ വന്ന ഒരു തോട്ട്, ഇത് സത്യമാകാം സത്യമാകാതിരിക്കാം, 50-50. ആൻഡ് ഒരു സിമ്പിൾ ബ്രെത്ത് എടുത്ത് പറത്തിക്കളഞ്ഞു. ഐ ആം റിലീസിങ് ഇറ്റ്, അല്ലെങ്കിൽ ഐ ആം സെൻഡിങ് ഇറ്റ് ബാക്ക് ടു ദ യൂണിവേഴ്സ് വിത്ത് ലവ്. ലവ് ഈസ് എ ഹയസ്റ്റ് വൈബ്രേഷൻ ഓൺ ദി എർത്ത്, ഹയസ്റ്റ് ഫ്രീക്വൻസിയാണ് വേൾഡിലെ. അപ്പം ഈ സ്നേഹം കൊണ്ട് നമ്മൾ ഒരു സ്ട്രെസ്സും ടെൻഷനും ഇല്ലാതെ നമ്മൾ ആ തോട്ടിനെ എടുത്തു. യു ആർ എ തോട്ട് ഇൻ മീ, ഐ ആം നോട്ട് യു, യു ആർ ജസ്റ്റ് എ തോട്ട് എന്ന് പറഞ്ഞ് നമ്മൾ വളരെ സിമ്പിളായിട്ട് അതിനെ ഊതി യൂണിവേഴ്സിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് വിഷ്വലൈസേഷൻ പവർ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതങ്ങ് പറന്ന് പോയി എന്ന് നമുക്ക് സങ്കല്പിക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റീവയറിങ്. അപ്പോൾ റീവയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കൂടുതലും പറയാറ് നമ്മുടെ കൈ എടുത്തിട്ട് ഒരു സ്റ്റിമുലേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കൈ എടുത്തില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, ഒരു സ്റ്റിമുലേഷൻ ഉണ്ട്, ബ്രെയിനിന് ഒരു ഫീൽ കിട്ടും. സോ അങ്ങനെ ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. സോ 2 കൈയും നമ്മുടെ തലയിൽ ഇങ്ങനെ പിടിച്ചിട്ട്, ആ തോട്ട് വന്നൊരു സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ തലയിൽ, ആ തോട്ടിനെ നമ്മൾ പറത്തിക്കളഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഒരു സ്പേസ് ഉണ്ട്. ഈ സ്പേസിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പറയാം എവ്രിതിങ് ഈസ് വർക്കിംഗ് ഔട്ട് ഫോർ മീ. നമുക്ക് എന്ത് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ കൂടുതലും ഞാൻ പറയാറ്, നമുക്ക് എന്ത് നെഗറ്റീവ് തോട്ടാണോ വന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് പറയാം. അപ്പോൾ എനിക്കിതെല്ലാം കൂടുതലും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നതാണ് നല്ലത്. ഫോർ എക്സാമ്പിൾ, എനിക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ലൈഫിലേക്ക് മണി ഇങ്ങനെ ഫ്ലോ ആയിക്കൊണ്ടേയിരിക്കുകയാണ്, ഞാൻ വളരെ ഹാപ്പിയാണ്. സി, അപ്പോൾ ആ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ്, ആ കണ്ടിന്യൂറ്റി ഉണ്ട്, നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെ പറയുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇപ്പോൾ ചില ആൾക്കാരപ്പം ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്, ഭൂമി എനിക്ക് അങ്ങനെ ഫീൽ ഇല്ല, എൻ്റെ ലൈഫിൽ നല്ലതാണ് നടക്കുന്നത്. ദെൻ ഐ വിൽ ആസ്ക് ദം ടു പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. എനിക്കിന്ന് രാവിലെ എഴുന്നേക്കാൻ പറ്റി, എനിക്കിന്ന് അത് ഈ തലയിൽ പിടിച്ചിട്ട് തന്നെ ഞാൻ ചെയ്യാൻ പറയാറുണ്ട്. എനിക്കിന്ന് എഴുന്നേക്കാൻ പറ്റി, എനിക്കിന്ന് ബ്രെത്ത് എടുക്കാൻ പറ്റി, എനിക്കിന്ന് ഫുഡ് കഴിക്കാൻ പറ്റി, എനിക്കിന്ന് നടക്കാൻ പറ്റി, എൻ്റെ തലയുടെ മുകളിൽ ഒരു റൂഫ് ഇന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ യു ആർ ഇൻ ഗ്രാറ്റിറ്റ്യൂഡ് മോഡ്. നമ്മൾ താങ്ക് യു ആണല്ലോ, എനിക്കിതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ, ഞാൻ പറഞ്ഞില്ലേ, റിയാലിറ്റി വെച്ചിട്ടല്ല ഒന്നും
ഇത് ചെയ്യുന്നത് നമ്മുടെ ഫ്രീക്വൻസി വെച്ചിട്ടാണ്. സോ വെൻ യു ആർ സിംപ്ലി സേ താങ്ക് യു എന്ന് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ യു ആർ ഫീലിംഗ് കണ്ടന്റ്. സോ യുവർ ഫ്രീക്വൻസി ഈസ് ഇൻ കണ്ടന്റ് മോഡ്. അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. എന്ത് ഫീഡ് ചെയ്യുന്നോ അതാണ് നെക്സ്റ്റ് മൊമെന്റ് മുതൽ അട്രാക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. സോ ഇമ്മീഡിയറ്റ്ലി എന്താണ് നമ്മുടെ ബ്രെയിനിലേക്ക് ആ ഒരു കണ്ടന്റ്നെസ് അല്ലെ നമ്മുടെ സറൗണ്ടിങ്ങിലേക്കും നമ്മളിലേക്കും കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. സോ ഒരു ബ്രെത്തിന് താങ്ക് യു പറഞ്ഞാലും മതി. അല്ലാതെ ഇപ്പം നമുക്കിപ്പോൾ ഒരു വലിയ പോസ്റ്റ് കിട്ടി, നമ്മുടെ ജോലിയിലൊരു പ്രൊമോഷൻ കിട്ടി, അതിന് താങ്ക് യു പറയുന്നതും സാധാരണ ഒരു ശ്വാസം എടുക്കുന്നതിന് താങ്ക് യു പറയുന്നതും ബ്രെയിനിന് ഒന്നാണ്. താങ്ക് യു ഇസ് താങ്ക് യു, ഫ്രീക്വൻസി ഇസ് ഫ്രീക്വൻസി. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോഡ്കാസ്റ്റ് പറഞ്ഞെന്ന് തോന്നുന്നു. അതായത് രാജ്യം നഷ്ടപ്പെട്ട രാജാവിനും കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയും അനുഭവിക്കുന്ന പെയിൻ, അതെ ഒരേ പെയിനാണ് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഈവൻ ഇഫ് യു ആർ സെയിങ് താങ്ക് യു ഫോർ എ സിമ്പിൾ ബ്രെത്ത് ആൻഡ് ഇഫ് യു ആർ സെയിങ് എ താങ്ക് യു ഫോർ ഇഫ് യു ഗോട്ട് സംതിങ് വെരി ഹ്യൂജ് ആയിട്ടുള്ളൊരു കാര്യം നടന്നാലും രണ്ടും സെയിം ഫ്രീക്വൻസിയാ, ഫീലിംഗ് സെയിം ആണ്. കണ്ടന്റ്നെസ് ഇസ് കണ്ടന്റ്നെസ്. സോ ഇങ്ങനെ നമുക്ക് റീവയർ ചെയ്യാം. സോ ദാറ്റ് നമ്മൾ ഇത് റിപ്പറ്റേഷനാണ് ആവശ്യം. യുവർ മൈൻഡ് നീഡ് റിപ്പറ്റേഷൻ. മൈൻഡിന് കൂടുതൽ എക്സ്പ്ലനേഷൻസ് അല്ല വേണ്ട, റിപ്പറ്റേഷനാണ് വേണ്ടത്. റിപ്പീറ്റ് ആയിട്ട് ബിക്കോസ് മൈൻഡ് ഞാൻ പറഞ്ഞില്ലേ പാറ്റേൺസ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് പ്രോഗ്രാം. ഒരു അൽഗറിതം ഉണ്ട് ബ്രെയിനിൽ. സോ ആ അൽഗറിതം മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പറ്റേഷൻ വേണം. ഇനി ഇമോഷൻസ് ആണെങ്കിൽ നേരെ തിരിച്ചാ. ഇമോഷൻസ് ആണെങ്കിൽ നമുക്ക് അവിടെ വെറുതെ ഐ ആം ഓക്കെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് യു ആർ നോട്ട് ഓക്കെ. ഇമോഷൻസ് ആർ സംതിങ് ടു ഫീൽ. തോട്ട്സ് ആകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാനില്ല. നമ്മൾ കരഞ്ഞോണ്ടിരുന്നിട്ട് ഐ ആം ഓക്കെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഫസ്റ്റ് തിങ്ങിന് ഇമോഷൻസിൽ നമ്മൾ ചെയ്യണ കാര്യം, ഇപ്പോൾ ഞാനും ശിവലിയും തമ്മിലൊരു ആർഗ്യുമെന്റ് വന്നു, എനിക്കത് വളരെ ബുദ്ധിമുട്ടായി, എനിക്ക് വളരെ സങ്കടമായി, എനിക്ക് കരച്ചിൽ വന്നു. സോ ഫസ്റ്റ് യു പ്രോസസ് ദ ഇമോഷൻ. നമ്മളെപ്പോഴും ബൈപ്പാസിങ് ചെയ്യാനാണ് ശ്രമിക്കാറ്. ഐ എം ഓക്കെ നിർത്തി. ഇപ്പോൾ ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇപ്പം എൻ്റെ അടുത്ത് തന്നെ വരുന്ന ക്ലയൻസ് ആണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള അവരുടെ ഒരു പ്രത്യേകത, അവർ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം ഐ എം ഓക്കെ, ഐ എം കൂൾ, നത്തിങ് ഈസ് ഹാപ്പനിങ് ഫോർ മീ. നോ, യു ആർ ലൈയിങ്. സി നമ്മുടെ ബോഡിയിൽ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഡിനേ ചെയ്യരുത് ഒരിക്കലും, കാരണം അത് കള്ളത്തരാണ്. ബോഡിക്ക് തന്നെ അറിയാം. യു ആർ ജസ്റ്റ് ബൈപ്പാസിങ് ഇറ്റ്. സോ അതല്ല ചെയ്യേണ്ടത്, അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ഇരിക്കണം, കരയാനടുത്ത് നമ്മൾ കരയണം. യു ഷുഡ് പ്രോസസ് ഇറ്റ്. ദാറ്റ് ഇമോഷൻ ഹാസ് ടു ബി പ്രോസസ്ഡ്. അപ്പോൾ നമുക്ക് കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കരയാം, ഒരു പ്രശ്നമില്ല. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ നിമിഷം എനിക്ക് എന്താണ് ഫീൽ ചെയ്യണേ. അപ്പോൾ ആദ്യം നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആയിരുന്നു, നമ്മൾ കരഞ്ഞു പോയി, നമുക്ക് ആ സമയത്തേക്ക് തലയിലേക്ക് ഒന്നും കയറില്ല, നമ്മളിപ്പോൾ ഒരു സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ. പക്ഷെ നമ്മൾ ഒന്ന് സെറ്റിലായി കഴിയുമ്പോഴത്തേക്കും ഇപ്പം എനിക്ക് എന്താ ഫീൽ ചെയ്യണേ. ഒബ്സർവേഷൻ വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ്സ് പാടില്ല. ഒബ്സർവേഷനിൽ ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ പണിപ്പാളി. കാരണം എന്നാലും ഷിബില എന്നോട് ഇത് പറഞ്ഞല്ലോ, വീണ്ടും വിക്ടിം മോഡാവും നമ്മൾ. എന്നാലും ഷിബില എന്നോട് അങ്ങനെ സംസാരിച്ചു, എന്നാലും എനിക്കത് പറയാൻ പറ്റിയില്ല, ഞാൻ അവിടെ വാ തുറന്നില്ല, നോ പറഞ്ഞില്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആളെ ജഡ്ജ് ചെയ്യും. സോ ഈ ജഡ്ജ്മെൻറ്റ് പാടില്ല. ഒബ്സർവേഷൻ വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സിനാരിയോ മാത്രം നോക്കുന്നു. വാട്ട് ആം ഐ ഫീലിംഗ് റൈറ്റ് നൗ? ഓക്കെ, ഷിബില എന്നെ ഒരുപാട് മോശപ്പെടുത്തി സംസാരിച്ചപ്പോൾ ഈ നിമിഷം എനിക്ക് എന്താ ഫീൽ ചെയ്യണേ? എനിക്ക് പെയിൻ ഉണ്ടോ? ആൻഡ് യു ഹാവ് ടു ഫീൽ ഓൾ ദ സെൻസേഷൻസ് ഇൻ യുവർ ബോഡി. ഇറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ ടു ദ മൈൻഡ്. നമ്മൾ മൈൻഡിനോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. നമ്മൾ നമ്മുടെ ബോഡിയിൽ നോക്കുക, എനിക്ക് ഈ നിമിഷം എന്താ ഫീൽ ചെയ്യണേ? എനിക്ക് പെയിൻ ഉണ്ടോ? അപ്പോൾ പെയിൻ വരുമ്പോൾ ഹെവിനെസ് ഉണ്ടാവും ഹാർട്ടിൽ, ആങ്കർ വരുമ്പോൾ പൽപിറ്റേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ബോഡി റിയാക്ഷൻസ് വ്യത്യാസമുണ്ട് ഓരോ ഇമോഷൻസ് വെച്ചിട്ട്. അപ്പോൾ ഏത് ഇമോഷനാണെന്ന് നമ്മൾ നോക്കിയില്ലെങ്കിലും എനിക്ക് എന്തൊക്കെ സെൻസേഷൻസ് ആണ് എൻ്റെ ബോഡിയിലുള്ളതെന്ന് യു ഷുഡ് ഫീൽ ഇറ്റ്. നമ്മൾ പറയില്ല, യു ഹാവ് ടു ഫേസ് ഇറ്റ്. യു കാൺ ബൈപ്പാസ് ഇറ്റ്, യു ഹാവ് ടു ഫേസ് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ദിസ് ഈസ് നോട്ട് മീ, ദിസ് പെയിൻ ഈസ് നോട്ട് ഭൂമി, ദിസ് പെയിൻ ഈസ് ആൻ ഇമോഷൻ ഇൻ മീ. അതൊരു വികാരം മാത്രമാണ്, അല്ലാതെ ഐ ആം പെയിൻ. നോ, യു ആർ നോട്ട് പെയിൻ, യു ആർ ലൈഫ്, യു ആർ കോൺഷ്യസ്നെസ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ അക്സെപ്റ്റൻസ് ആണ് കൊണ്ടുവരുന്നത്. അതായത് ഇത് ഞാനല്ല, ഇത് എൻ്റെ ഉള്ളിൽ വന്നൊരു ഇമോഷനാണ്. അത് നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ടി വരും. കാരണം നമ്മൾ ഇത്രയും വർഷം ഐ ആം പെയിൻ, ഐ ആം സാഡ്, ഇത് ഫീഡഡ് ആണ്. അത് നമ്മുടെ ബോഡിയിൽ ഇത് കംപ്ലീറ്റ്ലി ഇത് പ്രോസസ്ഡ് ആണ്. അപ്പം അതുകൊണ്ട് ഇത് മാറ്റുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി റിപ്പറ്റേഷൻ നമുക്ക് ആവശ്യമുണ്ട്, ഒരു കൺസിസ്റ്റൻസി ആവശ്യമുണ്ട്. അപ്പോൾ പയ്യെ നമ്മളത് ഫീൽ ചെയ്ത് നമ്മളതിനെ പ്രോസസ്സ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ കരഞ്ഞു പോവും, ചിലപ്പോൾ നമ്മൾ തളർന്നു പോവും. ഇറ്റ്സ് ഓക്കെ, ടേക്ക് യുവർ ടൈം. അതിനുശേഷം ദിസ് ഇസ് നോട്ട് മീ, ദിസ് ഇസ് ആൻ ഇമോഷൻ ഇൻ മീ. ആൻഡ് ദ സിംപ്ലസ്റ്റ് വേ ഓഫ് ലെറ്റിംഗ് ഗോ ഇസ് വാട്ട്? ത്രൂ ബ്രെത്ത്, ത്രൂ എക്സലേഷൻ. വളരെ സിമ്പിളായിട്ടുള്ള ലെറ്റിംഗ് ഗോ ആണ് ബ്രെത്ത്. നമുക്ക്
ഞാൻ എപ്പോഴും പറയാറ് 2 കൈയും എടുത്ത് എല്ലാ സ്ഥലത്തും എൻ്റെ ത്രോട്ടിൽ നിന്നും എൻ്റെ തലയിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്നും കാലിൽ നിന്നും എല്ലാം നമ്മൾ ഊതി ഊതി പുറത്തേക്ക് ആ സെൻസേഷൻസിന് ആ എനർജിയെയാണ് ഞാൻ പുറത്തേക്ക് വിടുന്നത്. ഓരോ എക്സലേഷൻ എടുക്കുമ്പോഴും ആ ഹാർട്ടിലെ ഹെവിനെസ്സിനെയാണ് ഞാൻ പുറത്തേക്ക് എടുത്ത് കളയുന്നത്. സോ ദീ സെൻസേഷൻസ് എല്ലാം പോയി നമ്മുടെ ട്രിഗർ അവിടെ ഫെയ്ഡ് ആവാൻ തുടങ്ങും. ഇമ്മീഡിയറ്റ്ലി നമുക്കൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഒബ്സർവേഷൻ ചെയ്യുന്നത്, നമ്മുടെ ട്രിഗേഴ്സിനെ പയ്യെ ക്രാക്ക് ചെയ്യാനാണ് നോക്കുന്നത്. സോ ഇതിനും നമുക്ക് റിപ്പീറ്റേഷൻ വേണം. പക്ഷേ ഇമോഷൻസിൻ്റെ കാര്യത്തിൽ റിപ്പീറ്റേഷനേക്കാൾ കൂടുതൽ നമ്മൾ ഫീൽ ചെയ്ത് അതിനെ ഐഡൻറ്റിഫൈ, അതായത് ദിസ് ഇസ് നോട്ട് മീ എന്നുള്ള ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളുടെ ഐഡന്റിറ്റി അതിനെ ഡിറ്റാച്ച് ചെയ്യണം. ബിക്കോസ് യു ആർ നോട്ട് ദാറ്റ്. നമ്മൾ ആരെങ്കിലും പറയുമോ ഐ ആം സാഡ്നെസ്, ഐ ആം പെയിൻ, ഐ ആം ആങ്കർ? നെവർ എവർ, റൈറ്റ്? ബിക്കോസ് യു ആർ നോട്ട് ദാറ്റ്. പക്ഷെ നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് എന്താ? ഐ ആം സിക്ക്. അപ്പോൾ യു ക്യാൻ ഓൾവേസ് സേ ദാറ്റ് യു നോ ഐ ആം ഹീലിംഗ് ഫ്രം ഫീവർ. സോ ഇറ്റ് സൗണ്ട്സ് ബെറ്റർ, റൈറ്റ്? അല്ലാതെ ഐ ആം സിക്ക് എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ട് ഫ്രേസ് ചെയ്യണം പോലെ, അതായത് റീഇൻഫോഴ്സ് ചെയ്യുവാണ് നമ്മുടെ ബ്രെയിനിനെ. രണ്ടാമത്, അതായത് ഐ ആം സിക്ക്, 3 പ്രാവശ്യം കേൾക്കുമ്പോഴത്തേക്കും യുവർ ബ്രെയിൻ ഈസ് ഓട്ടോമാറ്റിക്കലി സബ് കോൺഷ്യസ് മൈൻഡ് വിൽ ആക്ച്വലി അട്രാക്ട് ദാറ്റ് സിക്നസ് ഇൻ ടു യു. സോ അതിന് പകരം ഐ ആം ഹീലിംഗ് ഫ്രം ദാറ്റ്. സി, അപ്പോൾ അത് ഉൾക്കൊണ്ട് പറയാൻ ശ്രമിക്കണം. അതിലാണ് വേറെ കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഇത് 4 കാര്യമുണ്ട്. അതായത് മൈ തോട്ട്സ്, മൈ ഇമോഷൻസ്, മൈ വേർഡ്സ്, മൈ ജസ്റ്റേഴ്സ്. ഈ 4 കാര്യങ്ങളിൽ തന്നെ മാറ്റം വരുമ്പോൾ ഇതിനൊക്കെയും എന്താ പറയുക, ഇഷ്ടംപോലെ ഇത് ചെയ്തിട്ടുണ്ട്, എക്സ്പെരിമെൻസും ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ വളരെ ആങ്സൈറ്റി വളരെ കൂടുതലുള്ള ആൾക്കാർ, അവരെ വെച്ചിട്ട് ഞാൻ ഓർക്കുന്നില്ല, മറന്നുപോയി എൻ്റെ പ്രൊഫസറിൻ്റെ പേരൊക്കെ. സോ അതായത് ലേറ്റ് 90s ചെയ്തിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണിത്. വളരെ, അതായത് സ്റ്റേജ് ഫിയർ ഉള്ള ആൾക്കാർ, എക്സ്ട്രീം സ്റ്റേജ് ഫിയർ ഉള്ള ആൾക്കാർ, അതായത് അവർക്ക് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ബ്ലാക്ക് ഔട്ട് ആവും, അങ്ങനെയുള്ള ആൾക്കാർ ഇവരോട് പറഞ്ഞു, അതായത് സ്റ്റേജിൽ കയറുന്നേക്കാളും മുൻപ് ഐ ആം എക്സൈറ്റഡ്. അത് വെറുതെ പറഞ്ഞാൽ പോരാ, ചിരിച്ചുകൊണ്ട് പറയണം, ജസ്റ്റിസ് വേണം. അപ്പോൾ ഐ ആം എക്സൈറ്റഡ് എന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞിട്ട് ഇവർ സ്റ്റേജിലേക്ക് കയറിയപ്പം ഇവർ ഭയങ്കര നന്നായിട്ട് പെർഫോം ചെയ്തു എന്നല്ല, പക്ഷേ ദേ കുഡ് പെർഫോം ബെറ്റർ. അവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ പറ്റി. ഈ ആൾക്കാർക്ക് സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ബ്ലാക്ക് ഔട്ട് ആവുന്ന ആൾക്കാർ കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു, അവർക്ക് പ്രേക്ഷകരെ നോക്കാൻ പറ്റി. അപ്പോൾ 360 ടേൺ അല്ല, ചേഞ്ചസ് ഉണ്ടായി. അപ്പോൾ കണ്ടിന്യൂസ്ലി നമ്മളിത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആ പാറ്റേണേ ബ്രേക്ക് ആവും. അതാണ് സംഭവം. അപ്പോൾ ഒരു പ്രാവശ്യം കൊണ്ട് പെട്ടെന്ന് അത് മാറണം എന്നല്ല, പക്ഷേ അങ്ങനെ. അപ്പോൾ എക്സൈറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെയുള്ളൊരു ഇത് ഞാൻ കാണിച്ചു തരാം. സി, എക്സൈറ്റ്മെൻറ്റിൽ വരുമ്പോൾ നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻ എന്തായിരിക്കും? വാവ്, ആശ്ചര്യമാണ്. അപ്പോൾ നമ്മുടെ പിരികം മുകളിലേക്ക് പോകും, നമ്മുടെ കണ്ണ് തുറക്കും, നമ്മൾ ചിരി വരും. ഇനി ഇഫ് യു ആർ സ്കെയർഡ്, പെട്ടെന്ന് ഫിയറിൽ എന്താ ഇങ്ങനെ തന്നെ നമ്മൾ വരുന്നത്, പക്ഷെ അവിടെ ചിരി ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളുടെ മുഖത്തിൻ്റെ ജസ്റ്റേഴ്സ് ഏകദേശം സെയിമാണ്. ഓക്കെ, അതുകൊണ്ടാണ് വേർഡ്സ് യൂസ് ചെയ്യണമെന്ന് പറയണം. അതാണ്. അപ്പോൾ നമ്മുടെ കുറേ കാര്യങ്ങളും ബ്രെയിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനലൈസ് ചെയ്യുന്നത് വളരെ ഇതായിട്ടാണ്. എന്താ പറയുക, ഭയങ്കര ക്ലാരിറ്റി ഇല്ല, സത്യം പറഞ്ഞില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫിയറിലും എക്സൈറ്റ്മെന്റിലും ഒള്ളി ഡിഫറൻസ് വരുന്നത് നമ്മുടെ ചിരിയില്ല. അപ്പോൾ എക്സൈറ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ ചിരിക്കും, എക്സൈറ്റ്മെന്റ് ഇല്ല, ഫിയർ വരുമ്പോൾ ഇങ്ങനെ മാത്രമാണ്. അപ്പോൾ എന്നാലും പിരികം പൊങ്ങുന്നുണ്ട്, കണ്ണ് തെയ്യുന്നുണ്ട്, മുഖത്തെ എല്ലാം എലിവേഷനിലേക്കാണ് പോകുന്നത്. എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കോമഡി എന്ന് വെച്ചാൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നേരെ പ്രോഗ്രസ് കാർഡും കൊണ്ട് ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ ജസ്റ്റേഴ്സിൽ ഇതിപ്പോൾ ഫിയർ ആണോ എക്സൈറ്റ്മെന്റ് ആണോ? കാരണം ഇങ്ങനെയാണല്ലോ, അതിന് കൺഫ്യൂഷനാണ്. അപ്പോൾ നേരെ എന്ത് ചെയ്യും, നമ്മുടെ വേർഡ്സ് ശ്രദ്ധിക്കും. അയ്യോ എനിക്ക് പേടിയാവുന്നു, തീർന്നു. അപ്പോൾ ഫിയർ ആണെന്ന് കൺഫേം ചെയ്യാം. പക്ഷെ ഇല്ല, ഐ ആം എക്സൈറ്റഡ് എന്ന് നമ്മൾ ഓപ്പോസിറ്റ് ആണ് പറയുന്നെങ്കിൽ പോലും യു ആർ ആക്ച്വലി ബ്രേക്കിംഗ് ദാറ്റ് പാറ്റേൺ. അതായത് ആ ഒരു കോൺഷ്യസ് മൈൻഡ് ഒപ്പിയെടുക്കുന്ന കാര്യങ്ങളിൽ വ്യത്യാസം വരികയാണ് അവിടെ. അപ്പം നേരെ തോട്ട്സിലേക്ക് അപ്പം നമ്മൾ ശരിക്കും സ്ട്രെസ്സായിരിക്കും. ഇമോഷൻസിലേക്ക് പോകുമ്പോൾ ശരിക്കും നമ്മൾ പേടി തന്നെ ആയിരിക്കും. കാരണം ഇത് മാറ്റാൻ കുറച്ച് പണിയുണ്ട്. ഹാഫ് ആൻഡ് ഹാഫ് ആണ്. അപ്പോൾ അത്രയും ഫിയർ ഇത് ചെയ്യില്ല, നമ്മളുടെ ഇതിലേക്ക് ഇറങ്ങില്ല. അപ്പോൾ അവിടെ ഒരു വ്യത്യാസമുണ്ട്. അതായത് 50% അപ്പോൾ കയറുന്നുള്ളൂ ഫിയർ, 50% കയറുന്നില്ല. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. റിപ്പീറ്റേഷൻ വരുമ്പോഴത്തേക്ക് ഈ പാറ്റേൺ ബ്രേക്ക് ആവും. ഇപ്പോൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ആകാശിക് റെക്കോർഡ്സ്, അതേപോലെ ഫാമിലി കോൺസെൻട്രേഷൻ ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടി കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അപ്പോൾ അതിൽ ഇപ്പോൾ ഫാമിലി കോൺസ്റ്റലേഷനെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ ഫാമിലിയെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഇന്റർ കണക്റ്റഡ് സിസ്റ്റം ആയിട്ടാണ്. ഓക്കെ. അപ്പോൾ കോൺസ്റ്റലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റാറിൻ്റെ നക്ഷത്രങ്ങളുടെ കോൺസ്റ്റലേഷൻസ് ഉണ്ടല്ലോ, അത് വളരെ ഇന്റർ കണക്റ്റഡ് ആണല്ലോ. അപ്പം അതുപോലെ എല്ലാം വളരെ ഇന്റർ കണക്റ്റഡ് ആണ്.
ഇപ്പോൾ നമ്മളുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ നമ്മുടെ പേരൻസിൻ്റെ ഓരോരോ അസുഖങ്ങൾ വരെ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഇതെല്ലാം ട്രോമാസ് തന്നെ. അസുഖമെന്ന് നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഡിസീസ് ഇസ് ബോട്ട് എനർജി ഇൻ ഡെൻസ് ഫോം കമ്മിങ് ഇൻ ടു യുവർ ഫിസിക്കൽ റിയാലിറ്റി, വി കോൾ ഇറ്റ് ആസ് ഡിസീസ്. അത് ഫ്ലോയിലല്ല, അത് സ്റ്റക്കായി സ്റ്റാഗ്നൻ്റ് ആയി അതൊരു ഡെൻസ് ഫോമിലേക്കായിട്ട് ഫിസിക്കൽ റിയാലിറ്റിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫാമിലി കോൺസ്റ്റലേഷനിൽ നമ്മൾ മെയിനായിട്ടും ഫാമിലി ഒരു ഇൻ്റർ കണക്റ്റഡ് സിസ്റ്റം, എല്ലാം തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ നമ്മുടെ പേരൻസ്, നമ്മുടെ ഗ്രാൻഡ് പേരൻസ്, അതുപോലെ നമ്മളുടെ ലൈഫിൽ നടന്നിട്ടുള്ള ലോസുകൾ, അതുപോലെ ഗ്രീവ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം നമ്മുടെ ഫാമിലിയിൽ തന്നെ ചിലപ്പോൾ വീട് വിട്ടു പോയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ചിലപ്പോൾ പുറത്താക്കിപ്പെട്ടിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മരിച്ചു പോയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ കുറേ ഒരു സിസ്റ്റമാണ് ഇവരെല്ലാം. അപ്പോൾ ഇവരിൽ നിന്നും, അതായത് ഇവരിൽ നിന്നെന്ന് വെച്ചാൽ ഈ ആൾക്കാരിൽ നിന്നും അല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷിബ്ലി ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പറയുവാണ്, ഭൂമി എനിക്ക് വളരെ ആങ്സൈറ്റി ഉണ്ട് എൻ്റെ ലൈഫിൽ, എനിക്ക് വളരെ ഫിയറുമാണ്, വളരെ കോൺഫിഡൻസ് കുറവുമാണ്, ഞാൻ എപ്പോഴും ആങ്ഷ്യസുമാണ്. പക്ഷേ എനിക്കിതിൻ്റെ റീസൺ അറിഞ്ഞുകൂടാ, എനിക്കിത് ഒരു ഐഡിയയും ഇല്ല. അപ്പം നമ്മൾ ആദ്യം ഷിബ്ലയുടെ ലൈഫ് വെച്ച് നോക്കും, ഷിബ്ലയുടെ പാറ്റേൺസ്. അപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒക്കെ നമ്മൾ ആദ്യം ചെയ്തിട്ട് നമ്മൾ നോക്കും. അപ്പോൾ ഷിബ്ലയ്ക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നം ഉദിക്കേണ്ട ഒരു കാര്യമേ ഇല്ല. അപ്പം നമ്മൾ പയ്യെ നമ്മളുടെ പേരൻസിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഫാമിലി കോൺസ്റ്റലേഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ്, കൂടുതലും നമ്മൾ ഗ്രൂപ്പ് സെഷൻസ് ആണ് ചെയ്യാറ് ഫാമിലി കോൺസ്റ്റലേഷൻ. അപ്പോൾ അതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഷിബ്ലയുടെ അടുത്ത് ഇപ്പോൾ ഞാൻ ഷിബ്ലയാണ് എൻ്റെ ക്ലയൻറ്റെങ്കിൽ ഷിബ്ലയുടെ അടുത്ത് നമ്മൾ ചോദിക്കും, അതായത് എന്താണ് ഒരു ചെറിയൊരു ബ്രീഫായിട്ട് പറയാനേ പറയുള്ളൂ. വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇലാബറേറ്റ് ചെയ്ത് ഇമോഷൻസ് ഒന്നും നമുക്ക് വേണ്ട, ബ്രീഫായിട്ട് പറയാൻ പറയും. അതുപോലെ തന്നെ എന്തൊക്കെയാണ്, അതായത് ആരൊക്കെയാണ് ഫാമിലിയിലുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് വേറെ കഥകളൊന്നും ഫാമിലിനെ കുറിച്ച് അധികം അറിയില്ലെങ്കിൽ നമ്മൾ ഫാദർ, മദർ, അല്ലെങ്കിൽ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവർ, മരിച്ചു പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാത്രം വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ വേറെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ നമ്മൾ ഈ ക്ലയൻറ്റിനോട് തന്നെ പറയും അവർക്ക് സെലക്ട് ചെയ്യാം, അവരെ റെപ്രസെൻറ്റ് ചെയ്യാൻ, ഫാമിലി മെമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പ് സെഷൻസിൽ. അപ്പം നമ്മൾ ഈ ആൾക്കാരെ സെലക്ട് ചെയ്യും. നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസിൽ ഇവരോട് തന്നെ നിർത്താൻ പറയും. അല്ലെങ്കിൽ ഇപ്പോൾ ഷിബ്ലയാണ് എൻ്റെ ക്ലയൻറ്റ്, പക്ഷേ ഷിബ്ലയ്ക്ക് വേണമെങ്കിൽ ഷിബ്ലയുടെ ഇതും റെപ്രസെൻറ്റേറ്റീവായിട്ട് വേറൊരാളെ വെക്കാം, അല്ലെങ്കിൽ ഷിബ്ലയ്ക്കും നിൽക്കാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ആ ഒരു സ്പേസിൽ ഇവരെ നമ്മൾ നിർത്തും. അതായത് ഷിബ്ലയുടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷിബ്ലയുടെ ഫാദർ, മദർ, ഈ ഒരു ഫാമിലി ആണല്ലോ. ഇപ്പോൾ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരും. അപ്പോൾ ഷിബ്ലയ്ക്ക് എവിടെ വേണമെങ്കിലും ഇവരെ നിർത്താം. ഇപ്പോൾ ഷിബ്ല ഇൻറ്റ്യൂട്ടീവ്ലി വളരെ ഫീൽ ചെയ്ത് നിർത്താൻ പറയും. അപ്പോൾ ഷിബ്ലയ്ക്ക് ഫോർ എക്സാമ്പിൾ ഫാദറായിട്ടൊരു അകൽച്ചയുണ്ട്, നമുക്ക് വലിയ ക്ലോസ് അല്ലെങ്കിൽ ഷിബ്ല എപ്പോഴും ആ ഫാദറിനെ ഇച്ചിരി നീക്കിയായിരിക്കും നിർത്തുന്നത്. മനസ്സിലായോ? ചിലപ്പം ഫേസിങ് ഔട്ട്വേർഡ്, പുറത്തേക്ക് വേറെ സ്ഥലത്തേക്ക് ഡിറക്ഷനിലേക്ക് നോക്കിയായിരിക്കും നിർത്തുന്നത്. മദർ വളരെ അടുത്ത് നിർത്തി, കാരണം നമ്മൾ വളരെ ക്ലോസാണ്, നമുക്ക് ആകെയുള്ള ഒരു സമാധാനം നമ്മുടെ മദറാണ്. അപ്പം നമ്മുടെ അടുത്ത് നിർത്തി. സിബ്ലിങ് കുറച്ച് ദൂരെ നിർത്തി. അപ്പോൾ അങ്ങനെ ഓരോരോ സ്ഥലത്ത് നിർത്തുമ്പോൾ നമ്മൾ ഈ റെപ്രസെൻറ്റേറ്റീവ്സിനോടാണ് ചോദിക്കുന്നത്, ക്ലയൻറ്റിനോടല്ല ചോദിക്കുന്നത്, അവരോട് തന്നെയാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യണേ. അപ്പോൾ അവരുടെ ബോഡിയിൽ, അപ്പം നമ്മൾ വിചാരിക്കും ഇവരും തമ്മിൽ ബന്ധമൊന്നും ഇല്ലല്ലോ, പരസ്പരം ഇവർ തമ്മിൽ അതും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒന്നും അല്ല പറയുന്നത്, വളരെ സിമ്പിളായിട്ടും ബ്രീഫായിട്ടുമാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഇത് വർക്കാവും? നമ്മുടെ ബോഡി വളരെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ഇൻ്റലിജൻസ് നമ്മുടെ ബോഡിക്കുണ്ട്. സോ യുവർ ബോഡി വിൽ സ്പീക്ക്. അവിടെ നിൽക്കുന്ന ഫാദറായിട്ട് നിൽക്കുന്ന റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ആൾക്ക് ചിലപ്പം വളരെ ഇൻസെക്യൂരിറ്റി തോന്നാം, വളരെ ബുദ്ധിമുട്ട് അവരുടെ ബോഡിയിൽ തന്നെ. അവർക്ക് എനിക്ക് എന്തോ ഒരു, ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കാം, ഞാൻ ഷിബ്ലേനെ ഈ റൂമിൽ നിന്ന് അപ്പുറത്തേക്ക് തിരിച്ച് അറ്റത്തേക്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഷിബ്ലയ്ക്ക് ഒരു ഇൻസെക്യൂരിറ്റി തോന്നില്ലേ? ഓട്ടോമാറ്റിക്കലി തോന്നില്ലേ? അത് എന്നെ മാത്രം അപ്പുറത്തേക്ക് തിരിച്ച് നിർത്തിയേക്കുന്നു. അപ്പോൾ ഇൻറ്റ്യൂട്ടീവ്ലി നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ പറയും, അതായത് എനിക്ക് വയറിൻ്റെ അവിടെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് തോട്ട്സ് വരുന്നു, എനിക്ക് ജഡ്ജ്മെൻറ്റിൻ്റെ ഫിയർ വരുന്നു. സോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയുടെ ഇൻ്റലിജൻസ്, മിറർ ന്യൂറോൺസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾക്കിപ്പോൾ ഒരു പരിചയം ഇല്ലെങ്കിൽ പോലും അവർ ഓട്ടോമാറ്റിക്കലി ആ ഫാദർ ഫിഗറിലേക്ക് കടക്കും. ഇപ്പം ഞാൻ റോൾ പ്ലേ പോലെ, ഇപ്പം ഞാൻ ഷിബ്ലയുടെ അടുത്ത് പറയുകയാണ്, ഷിബ്ല യു ആർ എ ടീച്ചർ, ഇവിടെ ഒരു 20 കുട്ടികളുണ്ട്, യു ഷുഡ് ആക്ട് ആസ് എ ടീച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഷിബ്ലയുടെ ഉള്ളിൽ അറിയാതെ ആ ഒരു ടീച്ചറിൻ്റെ ഇത്, കാരണം ഷിബ്ലയും പല ടീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഫാദറിനെ നിർത്തുമ്പോൾ ആ വ്യക്തിയിലും ഒരു ഫാദറുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തി ഒരു ഫാദറിൻ്റെ കുട്ടിയാണല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു നമ്മളുടെ ഫാദറിൻ്റെയും അതുപോലെ നമ്മൾ ആ ഒരു ഇമോഷൻസ് വെച്ചിട്ടും
നമ്മുടെ ബോഡിയിൽ റെസ്പോൺസ് വരാൻ തുടങ്ങും. നമ്മുടെ മിറർ ന്യൂറോൺസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പല പല ഫീലിങ്സ് വരാൻ തുടങ്ങും. എനിക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു വിഷമമുണ്ട്, എനിക്ക് ഇവൻ്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ വളരെ കംഫർട്ട് തോന്നുന്നുണ്ട്, അങ്ങനെ പല പല റെസ്പോൺസ് ആയിരിക്കും. ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഗൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു വ്യക്തിക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം ഫാദർ ഒരു വലിയ ഫാദറിൻ്റെ പേരൻസ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവരെ വളർത്തിയത്, അല്ലെങ്കിൽ ഒത്തിരി പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്ലയൻറ്റും ചിലപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നത് മണിയിലായിരിക്കും. അപ്പം ആ ക്ലയൻറ്റിനോട് തന്നെ ആ ഫാദറിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ പറയും, അതായത് യുവർ ബേർഡൻ അല്ലെങ്കിൽ യുവർ തോട്ട്സ് ഐ ആം ലീവിങ് ഇറ്റ് വിത്ത് യു. ഞാനത് എടുക്കുന്നില്ല, അത് അവരുടെ കഥയാണ്, അവരുടെ സ്റ്റോറിയാണ്. കാരണം നമ്മൾ ഇമോഷണലി വളരെ ലിങ്ക്ഡ് ആണ്. നമ്മുടെ പേരൻസായിട്ട്, നമ്മുടെ സൊസൈറ്റി ആയിട്ട്, ഫ്രണ്ട്സായിട്ട്, പാർട്ട്നേഴ്സായിട്ട് നമ്മൾ ഇമോഷണലി വളരെ ലിങ്ക്ഡ് ആണ്. അപ്പോൾ നമ്മുടെ പാർട്ട്ണറിന് ഇപ്പോൾ ഒരു പ്രശ്നം പറ്റിയെന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മളും വളരെയായിട്ട് വിഷമിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പാർട്ട്ണറിന് ഒരു ആക്സിഡൻറ്റ് പറ്റി, പക്ഷെ ഒന്നും സംഭവിച്ചില്ല, വേറെ പ്രത്യേകിച്ച് ഗുരുതരമായിട്ടുള്ള ഒരു കുഴപ്പമില്ല, പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്ട്രെസ്സ് വരും. കാരണം എന്താ, ഇമോഷണലി അത്രയും ലിങ്ക്ഡ് ആണ്. അപ്പോൾ ഒന്നും പറ്റിയില്ലെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അത്ര സ്ട്രെസ് ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ വ്യക്തിനെ കാണുന്നവരെയും നമ്മൾ ആ ഒരു ടെൻഷനിലോ സ്ട്രെസ്സിലോ ആയിരിക്കും. അപ്പോൾ അത്രയും കണക്റ്റഡ് ആണ് നമ്മൾ ഓരോരുത്തരും. സബ് കോൺഷ്യസ്ലിയും ഒരുപാട് കണക്റ്റഡ് ആണ്. കാരണം അച്ഛൻ അമ്മ എന്ന് പറയുമ്പോൾ ഒരാളുടെ മനസ്സിൽ അവരുടെ അച്ഛനും അമ്മ അവർ നോക്കിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു സ്നേഹം, കാരണം അത് വളരെ കണ്ടീഷനിങ് ജനറേഷൻസ് ആയിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അച്ഛൻ അമ്മ നമ്മുടെ സെക്യൂരിറ്റി ആണ്, നമ്മുടെ ഒരു കുട്ടിയെ നോക്കും. അപ്പോൾ ഇതൊക്കെ ഇല്ലാത്ത സ്ഥലത്തും വരും, പക്ഷെ അവരുടെ മനസ്സും ഉള്ളിൻ്റെ ഉള്ളിൽ കൊതിക്കുന്നുണ്ട്. പക്ഷെ അവർ പോലും അത് ചിലപ്പോൾ തിരിച്ചറിയുന്നുണ്ടാവില്ല. അവരത് റെബലായിട്ടായിരിക്കും, എനിക്ക് എൻ്റെ അച്ഛനെ ഇഷ്ടമല്ല, എനിക്ക് അമ്മയെ ഇഷ്ടമല്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അച്ഛനമ്മ ഈസ് എ കൈൻഡ് ഓഫ് ലൈക്ക് നമ്മുടെ പ്രൊട്ടക്ടേഴ്സാണ്, നമ്മളെ നോക്കുന്ന ആൾക്കാരാണ്. സോ ഈ വ്യക്തി അവിടെ തന്നെ ചെന്നിട്ട് അവരുടെ ബേർഡൻസ് അവിടെ തീർക്കുവാണ്. അപ്പോൾ വളരെ ഒറ്റ ഇതിൽ പറയുവാണെങ്കിൽ, ഒരു സെൻറ്റൻസിൽ നമ്മൾ പറയുവാണെങ്കിൽ, ഇൻ ടോക്ക് തെറാപ്പി, നമ്മൾ ടോക്ക് ചെയ്തിട്ടുള്ള തെറാപ്പിയിൽ വി ആർ ലുക്കിംഗ് അറ്റ് ദ മാപ്പ്. നമ്മളൊരു മാപ്പിൽ നോക്കി നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇൻ ഫാമിലി കോൺസ്റ്റലേഷൻ വി ആർ വാക്കിംഗ് ത്രൂ ദ മാപ്പ്. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ ആ അച്ഛനെ നമ്മൾ കണ്ട് നമ്മുടെ അച്ഛൻ്റെ ആ പെയിൻ നമ്മൾ അച്ഛനിലേക്ക് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ തീർന്നു ആ കഥ. ആ കഥയെ നമ്മൾ ഓണർ ചെയ്യുന്നു. ഇപ്പം എൻ്റെ അമ്മ ഒരു അസുഖമുണ്ട് എൻ്റെ അമ്മയ്ക്ക്, അപ്പോൾ അത് ഉണ്ടെന്ന് ഞാൻ അറിയുമ്പോൾ എനിക്ക് വളരെ പ്രയാസമാണ്. പക്ഷേ എനിക്ക് ചെയ്യുന്നില്ല, വി ആർ അക്സെപ്റ്റിങ്. ഡിനൈ ചെയ്യുന്നില്ല, കാരണം ഡിനൈ ചെയ്തിട്ട് കാര്യമില്ല, അത് ശരിക്കും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നമ്മളുടെ അമ്മയെ വിഷമമുണ്ട് നമുക്കെങ്കിലും നമ്മൾ ഇല്ല, നമ്മളവിടെ ഇമോഷണലി നമ്മൾ ഡിസ്കണക്റ്റ് ആവുകയാണ്. എന്നിട്ട് വി ആർ ഓണറിങ് ദെയർ ജേർണി. ദിസ് ഇസ് ദെയർ ജേർണി ആൻഡ് വാട്ട് ഓൾ തിങ്സ് ഐ ക്യാൻ ഡു ഫ്രം മൈ സൈഡ്. എൻ്റെ സൈഡിൽ നിന്നും എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എൻ്റെ അമ്മയെ സപ്പോർട്ട് ചെയ്യാൻ വിത്തൗട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആവാതെ. അത് നമ്മൾ ചെയ്ത് തന്നെ വരുന്ന കാര്യമാണ്. കാരണം നമ്മൾ എല്ലാമായിട്ടും കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ നമ്മുടെ ഒരു ഫോൺ പോയാൽ തന്നെ നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആവും. അപ്പോൾ കാരണം അത്രയും അറ്റാച്ച്മെൻറ്റ് നമുക്കുണ്ട്. അപ്പോൾ ഫാമിലി കോൺസ്റ്റലേഷൻ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ഐഡിയ, കുറേ കാര്യങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ റിവീലാകും. അപ്പം നമ്മളൊരു റാൻഡം സ്ട്രേഞ്ചേഴ്സിൽ അവർക്ക് പല കാര്യങ്ങളും ഫീൽ ചെയ്യും. അപ്പോൾ ക്ലയൻറ്റിന് അവിടെ ചെന്ന്, ഞാൻ പറഞ്ഞില്ലേ, വി ആർ വാക്കിംഗ് ത്രൂ ദ മാപ്പ്. അപ്പം നമുക്ക് അവിടെ ഓരോന്നും ചെന്ന് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യേണ്ടടുത്ത് അവരെ തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ്, അപ്പം ശരിക്കും നമ്മുടെ ബ്രെയിനിലേക്ക് എന്താണ്, ലിറ്ററലി ഒരു അമ്മയുണ്ട് അവിടെ, ഒരു അച്ഛനുണ്ട് അവിടെ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ബ്രെയിൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആണോ അല്ലയോ എന്ന് വളരെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഫീലിലാണ് അതെല്ലാം, എനർജിയിൽ മാത്രം വെച്ചിട്ടാണ് എല്ലാം വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ അവിടെ അമ്മയെ കെട്ടിപ്പിടിച്ച് എനിക്ക് മാപ്പ് തരുമെന്ന് പറയുമ്പോഴത്തേക്കും യുവർ ബ്രെയിൻ ഈസ് ബിലീവിങ് ദാറ്റ് ഇത് കഴിഞ്ഞു, ഈ പ്രശ്നം തീർന്നു. അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ ക്ലയൻസിന് ഉണ്ടാവും. ഇങ്ങനെയുള്ള സെഷൻസ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിപ്പോൾ നമ്മൾ വെറുതെ തന്നെ നമ്മൾ പറയില്ല, ഇപ്പോൾ ഒരാളെടുത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് അല്ലെങ്കിൽ ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ ആ വരുന്നതെല്ലാം എഴുതി ബേൺ ചെയ്താൽ അതിൻ്റെ ഒരു കുറച്ചും കൂടെ ബെറ്റർ വേർഷനാണ് ഇത്. അതെ, കാരണം നമ്മൾ നേരിട്ട് കാണുവാണ്, ഒരു അമ്മയെ റെപ്രസെന്റ് ചെയ്ത ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. സോ ലിറ്ററലി ഫീൽ ചെയ്യാൻ പറ്റും, വേർഡ്സ് യൂസ് ചെയ്യും. ആ വ്യക്തിക്കും നമ്മളോട് അതുപോലെ തന്നെ, കാരണം അവർ അമ്മയായിട്ടാണ് നിൽക്കുന്നത്, അവരായിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ അവരും ആ ഒരു റോളിലേക്ക് കയറി. അപ്പോൾ ലിറ്ററലി അവിടെ ഒരു ഇമോഷണൽ ഒരു കണക്ഷനും ബോണ്ടും, അതുപോലെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം. അല്ലെങ്കിൽ ഞാൻ കൂടുതലും ചെയ്യാറ് ഇങ്ങനെയാണ്, അത് ഞാൻ ചെയ്തോളാം, ആ പാറ്റേൺ ഞാൻ ബ്രേക്ക് ചെയ്തോളാം. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ ആൻസിസ്റ്റേഴ്സ് എല്ലാം, അതായത് യു ആർ ദ ഹോപ്പ് ഫോർ യുവർ ആൻസിസ്റ്റേഴ്സ്. നമ്മളാണ് ഒരു പ്രതീക്ഷ, ഫ്യൂച്ചർ ഓൾസോ. മനസ്സിലായോ? അപ്പോൾ എത്ര സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇഫ് യു ആർ ക്യാരിയിങ് എനി പാറ്റേൺസ്, എനി പ്രോബ്ലംസ്,
always remember that you have the strength to break it. That is why you got it. സോ അതറിയുമ്പോൾ നമുക്ക് എനിക്കതിനുള്ള സ്ട്രെങ്ത് ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് അതിൽ വർക്ക് ചെയ്യാനുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു ഇത് മോട്ടിവേഷൻ നമുക്ക് തനിയെ വരും. ഇതെനിക്ക് ബ്രേക്ക് ചെയ്തേ പറ്റൂ, ഈ ഒരു ആങ്കർ എനിക്ക് പാറ്റേൺ മാറ്റണം, അല്ലെങ്കിൽ ഈ ഒരു ഇൻസെക്യൂരിറ്റി എനിക്ക് മാറ്റണം, എൻ്റെ ആങ്സൈറ്റി മാറ്റണം. ഇതിലെല്ലാം നമുക്കപ്പോൾ ബ്രേക്ക് ചെയ്യാനുള്ള സ്ട്രെങ്ത്തും പവറും നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ കുറേ കിട്ടും. പിന്നെ ഒട്ടും പറ്റാത്തവർക്കാണ് പിന്നെയും നമുക്ക് നമ്മുടെ പ്രപഞ്ചം മുഴുവൻ നിവർന്ന് കിടക്കുകയാണ്. പ്ലാൻ മെഡിസിൻസും കാര്യങ്ങളെല്ലാം നമുക്കുണ്ട്. അപ്പം അതാണ് അതിൻ്റെ കാര്യം. ഓക്കെ, നമ്മൾ ഇപ്പം നേരത്തെ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, അതായത് ഒരു നെഗറ്റീവ് കാര്യം ഉണ്ടായി, നമുക്കത് ഫീൽ ചെയ്തു, നമ്മളെ ബോഡിയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡൊക്കെ അത് അബ്സോർബ് ചെയ്തു. പിന്നെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നതെല്ലാം അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇത് ഇപ്പോൾ ഒരു ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി ഇത് കോമെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അതായത് ജസ്റ്റ് മൂഡ് ഓഫായി നമ്മുടെ അന്ന് ഫോർ വാട്ട് എവർ റീസൺ ഉണ്ടെങ്കിലും, പിന്നെ നമുക്ക് ആ ദിവസം ഫുള്ള് ഇന്നത്തെ ദിവസേ ശരിയല്ല എന്ന് പറയും നമ്മൾ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധനത്തിനെ എങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നത്? അതിന് ആദ്യം നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, അവയർനെസ് ആണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യം, അതിന് സ്റ്റെപ്പ് എടുക്കാനുള്ളൊരു ഓപ്പൺനെസ് നമുക്ക് വേണം. നമ്മളെല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്യും, ഇതെങ്ങനെ വർക്കാവും, അതങ്ങനെ ചെയ്യും. അറ്റ്ലീസ്റ്റ് യു ജസ്റ്റ് ട്രൈ ടു ഡൂ ഇറ്റ്. ഒന്ന് ചെയ്ത് നോക്കിയാലല്ലേ അത് വർക്കാവോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നേ. അപ്പം ഒരു ഓപ്പൺനെസ് നമുക്ക് വേണം. പിന്നത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, സബ് കോൺഷ്യസ് മൈൻഡിൽ എന്ത് കൊടുക്കുന്നോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം 20 വർഷം ഞാൻ ജീവിച്ചത് വളരെ നെഗറ്റീവായിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വളരെ ഓവർ തിങ്കിങ്ങും അതുപോലെ ആങ്ഷ്യസും ഫിയറും ഒക്കെ കൊണ്ടാണ് ഞാൻ ജീവിച്ചതെന്ന് വെക്കാം. പെട്ടെന്ന് ഞാൻ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് ആ ഓവർ തിങ്കിങ് മാറ്റി കുറച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങി. ഡിഫിക്കൽട്ടായിരിക്കും, കാരണം 20 years ഓഫ് പാറ്റേൺ നമ്മൾ കോളേജിൽ ഫസ്റ്റ് ഇയർ വന്നിട്ട് ഷോ കാണിക്കുന്ന പോലെ ആയിരിക്കും. ഫസ്റ്റ് ഇയേഴ്സ് കയറിയിട്ട് നമ്മൾ സീനിയേഴ്സിൻ്റെ മുമ്പിൽ ഷോ കാണിക്കാൻ അവർ സമ്മതിക്കില്ല. അപ്പോൾ ഓൾഡ് ഐഡൻറ്റിറ്റി പ്ലേസ് ഓൾവേസ് ആൻ അപ്പർ ഹാൻഡ്. കാരണം 20 years അഡമൻസി ഉണ്ട് അവിടെ. അപ്പം പെട്ടെന്ന് നമ്മളത് അവയർനെസ് ഇല്ല. അപ്പം പെട്ടെന്ന് നമ്മളിത് തിരിച്ചറിഞ്ഞ് എനിക്കിത് മാറ്റണം എന്ന് ചിന്തിക്കുമ്പം പെട്ടെന്നത് നമ്മുടെ മൈൻഡ് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം നമ്മൾ കുറച്ച് കോൺഷ്യസ് ആയിട്ടുള്ളൊരു എഫേർട്ട് ഇടേണ്ടി വരും അവിടെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റീവയറിങ് ചെയ്യാനും ഒബ്സർവേഷൻ ചെയ്യാനും ഇതെല്ലാം നമ്മൾ ചിലപ്പോൾ ശ്രമിക്കേണ്ടി വരും. ഇനി ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഞാൻ പറഞ്ഞുതരാം എത്രത്തോളം ഉണ്ടെന്ന്. എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ തന്നെ അനുഭവമാണ്. 2012 വെച്ചിട്ട് അവരുടെ ഒരു 21 crores, 1-2 രൂപയല്ല 21 crores അവർക്കൊരു ബിസിനസ്സിൽ നഷ്ടം വന്നു. അപ്പം നഷ്ടം വന്നെന്ന് പറഞ്ഞാൽ ബിസിനസ് പാർട്ട്ണർ അവരെ ചതിച്ചു. അപ്പം ഇവർ ആകെ ഷട്ടറായി, മൊത്തത്തിൽ പോയി. നമുക്ക് അറിയാം അത്രയും ഒരു തുക നമ്മുടെ കയ്യിൽ നഷ്ടപ്പെടുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഉണ്ടാകുന്ന വികാരം എന്താ? ഫിയർ ആയിരിക്കും. ഇമോഷൻ വിൽ ബി ഫിയർ. കാരണം 21 crores നഷ്ടപ്പെട്ടു. അതിൻ്റെ ഔട്ട്കം എന്താ? ലോസാണ്, നഷ്ടപ്പെട്ടു. ഈ വ്യക്തി ഈ ഒരു ഫിയറിൽ തന്നെയാണ് ജീവിക്കുന്നത്. കാരണം അത്രയും പൈസ നഷ്ടപ്പെട്ട് അവർക്ക് ആരും ഇല്ല. അവർ കഷ്ടപ്പെട്ട് കുറച്ചൊരു 6 years കഴിഞ്ഞപ്പോൾ അവർ റേപ്പ് ചെയ്യപ്പെട്ടു, മൊളസ്റ്റ് ചെയ്യപ്പെട്ടു. റേപ്പ് എല്ലാവരും മൊളസ്റ്റേഷൻ പോലെ. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്ത് കഷ്ടമാണ്, പാവം പിടിച്ച സ്ത്രീ. അന്ന് അവരെ ബിസിനസ്സിൽ ഇതുപോലെ ഒരു ചതി പറ്റി. പിന്നീട് ഒരു 6 years കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇവരുടെ ലൈഫിൽ ഉണ്ടായല്ലോ. അപ്പോൾ വളരെ മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായല്ലോ. അപ്പോൾ എന്ത് കഷ്ടമാണ്, ഇവരുടെ വിധി എന്താണ്, ഇവരുടെ ഇത് ശരിയല്ല. നമ്മൾ എങ്ങനെയൊക്കെയാണ് എപ്പോഴും ചിന്തിക്കുക. അതായത് ഇവർ അത്രയും കഷ്ടം പിടിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇവർ ഒത്തിരി നെഗറ്റിവിറ്റി അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈഫിൽ. ആക്ച്വലി ഇതൊന്നും അല്ല സംഭവം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കളിയാണ്. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇതാകും. അതായത് എന്താ പറയുക, നമുക്ക് അടിക്കാൻ തോന്നും. ഈ വ്യക്തി തന്നെയാണ് ഈ റേപ്പ് അട്രാക്ട് ചെയ്തത് എന്ന് പറയുമ്പോൾ ആരെങ്കിലും റേപ്പ് അട്രാക്ട് ചെയ്യോ? എന്ത് പൊട്ടത്തരാണ് ഭൂമി പറയണതെന്ന് പറയും. ആ വ്യക്തി അറിഞ്ഞുകൊണ്ട് അട്രാക്ട് ചെയ്തതെന്നല്ല ഞാൻ പറയണേ. അറിഞ്ഞോ അറിയാതെയോ വാട്ട് എവർ ഇറ്റ് ഈസ്. ഇപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ പോയിസൺ കുടിച്ചാലല്ലോ മരിക്കുന്നേ, അറിയാതെ കുടിച്ചാലും നമ്മൾ മരിച്ചു പോകും എന്ന് പറയുന്ന പോലെ അറിയാതെ ഇവരുടെ അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരുവാണെങ്കിൽ ഫസ്റ്റിൽ ഇവർക്ക് എന്താ സംഭവിച്ചത്? ഇവർക്ക് ഒരു ലോസ് വന്നു. അവരുടെ ഇമോഷൻ എന്തായിരുന്നു? ഫിയർ ആയിരുന്നു. ഈ ഫിയറിലാണ് ഇവർ ജീവിക്കുന്നത്. പിന്നെ എൻ്റെ പോയല്ലോ എന്നുള്ള അത്രയും വലിയ തുകയാണ്. പോയല്ലോ എന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് ഇവർക്ക് ഇങ്ങനെ ഒരു റേപ്പ് അല്ലെങ്കിൽ ഒരു മൊളസ്റ്റേഷൻ പോലെയുള്ളൊരു കാര്യത്തിലേക്ക് വന്നപ്പം എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടുത്തെ ഇപ്പോൾ ഒരാൾ റേപ്പ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ മൊളസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആ വ്യക്തിയിൽ വരുന്ന ഇമോഷൻ എന്താ? ഫിയറാണ്. അവിടുത്തെ ഔട്ട്കം എന്താ? ലോസാണ്. ഫിയർ
ഫിയർ, ഔട്ട്കം ലോസ്. ബ്രെയിൻ എപ്പോഴും ശ്രമിക്കുന്നത് ഫ്രീക്വൻസീസ് ഒരുപോലെ ആക്കാനാണ്, സിറ്റുവേഷൻസ് ഒരുപോലെ, സ്റ്റോറി ഒരുപോലെ ആക്കാനല്ല. സെയിം ഫ്രീക്വൻസി തന്നെയാണ് ഈ റേപ്പിലും ഉണ്ടായത്. ഫിയറാണ്. കാരണം ഈ പൈസ നഷ്ടപ്പെട്ടപ്പോഴും ഇവർക്ക് ഫിയറായി, ഈ റേപ്പ് ചെയ്യപ്പെട്ടപ്പോഴും അവർക്ക് ഫിയറാണ് വരുന്നത്, പേടിയാണ് വരുന്നത്. ഔട്ട്കമും നോക്കൂ, രണ്ടിലും ലോസാണ്. ഒരു റേപ്പ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ലോസാണ്. സോ ഫ്രീക്വൻസീസ് ആണ് അവിടെ ഒരുപോലെ വന്നത്. ബിക്കോസ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് അത്രയും കാലം അവർ ആ ഫിയറിൽ തന്നെയാണ് ജീവിക്കുന്നത്. ആ ഫിയർ അവർക്ക് വിടാൻ പറ്റുന്നില്ല അവർക്ക്. അതായത് അപ്പോൾ ഫിയർ ഉണ്ടാക്കുന്ന ഇൻസിഡന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഇത് റിപ്പീറ്റഡ്, ഫോർ എക്സാമ്പിൾ റിലേഷൻഷിപ്സിലാണെങ്കിൽ കുറച്ചുകൂടെ നമുക്കിത് ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം 10 ബോയ് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ടാവും, 10ാമത്തെയും ശരിയാവുന്നില്ല, പാറ്റേൺസ് സെയിം ആയിരിക്കും. പക്ഷെ ചില കാര്യങ്ങളിൽ ആള് മാറില്ല. അപ്പോൾ വേറൊരു ക്ലയൻറ്റിൻ്റെ അനുഭവമാണ്. പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിന് പുള്ളിക്കാരിയെ ഭയങ്കരമായിട്ട് സംശയമാണ്. അപ്പം പുള്ളിക്കാരി കുറേ വർഷങ്ങളായിട്ട്, മോർ ദാൻ ഒരു 30 years ആയിട്ട്, പ്രായമുള്ള ആൾക്കാരാണ്. അപ്പോൾ 30 years ആയിട്ട് ഇത് സഹിക്കുന്നു. ഈ ഹസ്ബൻഡിന് വൈഫിന് വളരെ സംശയമാണ്. അപ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയുടെ ട്രോമയാണ് ഈ നമ്മൾ ക്യാരി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവർ വളരെ പ്രയാസമുണ്ടായി, ബുദ്ധിമുട്ടുണ്ടായി, ഇവരിങ്ങനെ ജീവിക്കുന്നു. ഇവർക്ക് 2 കുട്ടികളുണ്ട്, 2 പെൺമക്കളുണ്ട്. അതിനകത്ത് ഒരു കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് ആ കുട്ടി ജീവിക്കുക. അപ്പോൾ ഈ ലേഡിക്ക് കുറച്ചിതുണ്ട്, അവയർനെസ് ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഒരു ക്ലയൻറ്റുമാണ്. പുള്ളിക്കാരി പറഞ്ഞതെന്ന് വെച്ചാൽ, ഭൂമി, ഇത് എൻ്റെ മകൾക്ക് ഇത് തന്നെ റിപ്പീറ്റ് ആവില്ലേ? കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ ഒരു സംശയം മാറുന്നില്ലല്ലോ, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഇതിൽ വർക്ക് ചെയ്യുന്നില്ലല്ലോ. അപ്പം ഭയങ്കരമായിട്ടുള്ളൊരു പെയിനിൽ കൂടെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കില്ല എൻ്റെ മോളും പോകുന്നത്. ഈ ഒരു സെയിം കൈൻഡ് ഓഫ്, അപ്പോൾ പുള്ളിക്കാരുടെ ഏറ്റവും വലിയ ഫിയർ എന്ന് പറഞ്ഞാൽ മകൾക്ക് കിട്ടുന്ന ഹസ്ബൻഡും ഇങ്ങനെ തന്നെ സംശയരോഗിയാവുമോ എന്നാണ്. പക്ഷെ അവിടെ സംഭവിച്ചത് അതല്ല. മകൾക്ക് നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടി, നല്ല കെയറിങ് ആണ്, ഇതാണ്. പക്ഷെ ആ കുട്ടി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ആ കുട്ടിയുടെ ബോസ് ഈ കുട്ടീനെ ഭയങ്കര ഡൗട്ടാണ്. ഇവള് എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടോ ഓഫീസിൽ, അല്ലെങ്കിൽ ഇവള് എന്തെങ്കിലും കൈൻഡ് ഓഫ് അവർ എന്തോ അതായത് ഡേറ്റ ഒക്കെ കീപ്പ് ചെയ്യുന്ന കൈൻഡ് ഓഫ് എന്തോ ഒരു പുറത്ത് കമ്പനിയാണ്, ഇന്ത്യയിലുള്ളവരല്ല. അപ്പം ട്രസ്റ്റ് ഇല്ലായ്മ വരുന്നത് വേറെയാണ്. അപ്പോൾ പാറ്റേൺ റിപ്പീറ്റായി, സെയിം സിറ്റുവേഷൻ അല്ല, സ്റ്റോറി ലൈൻ മാറി. അപ്പോൾ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ലൈഫിലെല്ലാം. പക്ഷെ നമുക്കിത് മനസ്സിലാവാത്തത് ആ പാറ്റേൺ റിപ്പീറ്റ് ആവുന്നുണ്ടെങ്കിലും സ്റ്റോറി മാറുമ്പോൾ നമുക്കിത് പെട്ടെന്ന് പിടുത്തം കിട്ടില്ല. സ്റ്റോറി മാറുന്നു. അപ്പോൾ പാറ്റേണിലിരിക്കുമ്പോൾ ആ കുട്ടിയുടെ ഫീലിംഗ് എന്താ? സംശയപ്പെടുന്ന അതേ അമ്മയുടെ വേദന തന്നെ ആ കുട്ടി ആ ഗോ ത്രൂ ചെയ്യുന്നത് ഡെയിലി ഈ ഒരു ഓഫീസിൽ നിൽക്കുമ്പോൾ. അപ്പോൾ നമ്മൾ പറയും ജോലി മാറിയാൽ പോരെ. ജോലി മാറുമ്പോഴും നമ്മൾ വേറൊരു രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്യും. ഇതിന് ഒരു അറുതിയില്ല, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തിരിച്ചറിയുക, ഈ ഒരു പാറ്റേൺ എനിക്ക് മാറ്റാനുള്ള സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ് ഈ പാറ്റേൺ എന്നിലേക്ക് വന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതൊരു സ്ട്രെങ്ത് ആയിട്ട് നമ്മൾ മാറ്റുക. നെക്സ്റ്റ് നമ്മളുടെ അണ്ടർലൈങ് ഇഷ്യൂസ് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമുക്ക് റൂട്ട് കോസസ് അറിയണം എന്നുണ്ടെങ്കിൽ ഫാമിലി കൗൺസിലേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. അല്ല, നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് മാറ്റാനുള്ള കാര്യമാണെങ്കിൽ നമ്മൾ അതിനാണ് പ്രോപ്പർ ഹീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഇമോഷൻസ്, അതുപോലെ നമ്മളുടെ പ്രോഗ്രാം, അതായത് നമ്മൾ നമ്മുടെ തോട്ട്സിനെയും ഇമോഷൻസിനെയും തന്നെ റെഗുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കുറേ ഹിഡൻ ഫാക്ടേഴ്സ് മനസ്സിലാവാൻ തുടങ്ങും. നമ്മൾ ക്യാരി ചെയ്യുന്ന സബ് കോൺഷ്യസിലെ കുറേ കാര്യങ്ങൾ, കാരണം നമ്മുടെ ഉള്ളിലേക്കാണ് ഈ ജേർണി. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇറ്റ്സ് ഓൾ വിതിൻ യു, ജേർണി ടുവേർഡ്സ് ഇൻവേർഡ്. നമ്മുടെ റിട്രീറ്റ് അടക്കം അതിൻ്റെ കോൺസെപ്റ്റ് അതാണ്, അതായത് ജേർണി ടുവേർഡ്സ് ഇൻവേർഡ്, അകത്തേക്ക്. അപ്പം അകത്തേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ കാണാൻ പറ്റുള്ളൂ. ഇനി ഉള്ള സത്യം എന്ന് പറഞ്ഞാൽ, വെൻ യു ചേഞ്ച് യുവർ ഇൻറ്റേർണൽ റിയാലിറ്റി, നമ്മുടെ ബിലീഫ് സിസ്റ്റം ആവാം, നമ്മുടെ തോട്ട്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന രീതിയാവാം, ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന രീതിയാവാം, എക്സ്റ്റേർണൽ റിയാലിറ്റി വിൽ ഷിഫ്റ്റ് അക്കോർഡിംഗ്ലി. ഇത് പറഞ്ഞ ആൾക്കാർക്ക് വിശ്വാസം വരില്ല. അതെങ്ങനെയാണ് ഞാൻ അകം മാറ്റുമ്പോൾ പുറം മാറുന്നേ? നമുക്ക് എല്ലാവർക്കും ഒരു ധാരണയാണ് പുറത്തുള്ളതാണ് ലോകം. ശരിക്കും അകത്താണ് ലോകം. യൂണിവേഴ്സ് ഇസ് യു. അപ്പം നമ്മുടെ അകത്ത് ചേഞ്ചസ് വരുത്തുമ്പോൾ കുറേ കാര്യങ്ങൾ അലൈൻഡ് അല്ലാത്തതെല്ലാം പോകും, പക്ഷെ നിൽക്കുന്ന കാര്യങ്ങളിലെല്ലാം മാറ്റം വരും. അതിനൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു മെഴുകുതിരിയും കൊണ്ട് ഈ റൂമിലേക്ക് വരുന്നു. ഇവിടെ ഇരുട്ടാണ്. ഈ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ എനിക്ക് മാത്രമല്ലല്ലോ വെട്ടം കാണാൻ പറ്റുന്നേ, അവിടെ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം കാണാൻ പറ്റും, നിൽക്കാത്ത ആൾക്കാരെല്ലാവരും പോകും. അപ്പോൾ ആ വെട്ടം എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ ഫാമിലി സിസ്റ്റത്തിൽ നമ്മൾ ഒരാൾ ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് മാറും? എല്ലാം മാറും. ആൻഡ് 100% ജനറേഷനും ഇപ്പോഴുള്ളവരും ഇനി വരുന്നവരും. വുമൻ ഹീലിംഗിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നതാണ്, ദ വുമൻ ഹു വാക്ക് ബിഫോർ യു, ദ വുമൻ ഹു ആർ വിത്ത് യു, ആൻഡ് ദ വുമൻ ഹു ആർ കമ്മിങ്
ഇൻ ദ ഫ്യൂച്ചർ ജനറേഷൻസ്. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ വൂമ്പിനെ, നമ്മുടെ ഫെമിനിൻ എനർജീനെ ഓണർ ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഗോസ് എവ്രിവെയർ. ആൻഡ് അനദർ തിങ്, നമ്മുടെ ബാഗേജ് മാത്രമല്ല നമ്മൾ എടുക്കുന്നത്, നമ്മുടെ സ്ട്രെങ്ത്തും നമുക്കുണ്ട്. സ്ട്രെങ്ത് ഫ്രം അവർ ആൻസിസ്റ്റേഴ്സ് ഓൾസോ വി ക്യാൻ ടേക്ക്. അത് ഏത് ആൻസിസ്റ്റർ മുതലും, അല്ലാതെ നമ്മളുടെ അച്ഛൻ, അമ്മ, ഗ്രാൻഡ് പാരൻസ് എന്ന് മാത്രമല്ല. ഇറ്റ് ക്യാൻ ബി ഈവൻ ഫ്രം ക്രൈസ്റ്റ്, ബിക്കോസ് നമ്മൾ നോക്കുമ്പോൾ അതും നമ്മളുടെ ഒരു ആൻസിസ്റ്റർ തന്നെയാണ്. അപ്പോൾ ആരിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ആ ഒരു എനർജി എടുക്കാം. ആ ഒരു എനർജി നമുക്ക് പെർമിഷൻ ചോദിച്ച് നമുക്ക് ഇത് ചെയ്യാം, നമ്മളിലേക്ക് കൊണ്ടുവരാം. ആ ഒരു അവയർനെസ് ആണ് നമുക്ക് വേണ്ടത്. അതിൽ നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ 12 വീക്സ് പ്രോഗ്രാമിലൊക്കെ ഞങ്ങൾ ചെയ്യുന്നത്. അതായത് ഓരോന്നിനും ഇരിക്കാനുണ്ട് ഷിബിൾ. ഇതൊരു വൺ ഡേ തിങ് അല്ല. ഇത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ട് നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രോഗ്രാം ഒന്നും ഒറ്റയടിക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റില്ല. അതിൽ നമ്മൾ റിപ്പീറ്റേഷൻ വേണം. അപ്പോൾ അതിൽ നമ്മൾ ഓരോന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അടുത്തടുത്ത നമ്മളുടെ ഇത് വരും, പൊങ്ങി വരും. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്തപ്പം ഒരു ലേഡി പറഞ്ഞു 30 ഇയേഴ്സ് വരെ അവരുടെ ലൈഫിൽ അവർക്ക് ഒന്നും ഒരു കുഴപ്പമില്ല, അവർക്കൊരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല. അപ്പോൾ പുള്ളിക്കാർ പറയുന്ന, ഭൂമി എനിക്ക് 30 ഇയേഴ്സ് വരെ നല്ലതാണ്, എനിക്ക് ഒരു ഇഷ്യൂ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്യാനൊന്നുമില്ല. എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസിലാണ് പ്രശ്നം. പക്ഷെ നമ്മൾ ഇരുന്ന് തുടങ്ങി മൈൻഡ് വർക്കൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ടടാ ഓരോന്നോരോന്നോരോന്ന്. അപ്പോൾ പുള്ളിക്കാർ പറയാം, ഇത്രയൊക്കെ പ്രശ്നം എനിക്കുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അണ്ടർലൈൻ ഇഷ്യൂസിൽ നമ്മൾ അതിനെയാണ് പ്രോപ്പർ ഹീലിംഗ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഇരിക്കുന്നു, ആ പേഴ്സൺ ക്യാൻ ഷിഫ്റ്റ്, മൊത്തത്തിൽ മാറാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാർ എനിക്കുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനിട്ട ഒരു ടെസ്റ്റിമണി ഉണ്ട്, മീര എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ. വളരെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ആൾ വർക്ക് ചെയ്യാൻ. അതായത് തോട്ട്സിലും ഇതിലൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുവാണ്. അപ്പോൾ ചിലർക്ക് കൺസിസ്റ്റൻസി ആയിരിക്കും ഇഷ്യൂ. ഇപ്പോൾ കൺസിസ്റ്റൻസി ഇഷ്യൂ ആയിട്ടുള്ളവരുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ കൺസിസ്റ്റൻസി ഇഷ്യൂ ആയിട്ടുള്ള ഒരാളോട് നിങ്ങൾ 1 വീക്ക് ഇത് ചെയ്യൂ, 1 വീക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യൂ, 1 വീക്ക് നിങ്ങൾ ഹോപ്പനോപ്പനോ ചൊല്ലൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ പ്രാക്ടീസസിനേക്കാളും കൂടുതൽ വേണ്ടത് നമുക്ക് അവയർനെസ്സാണ്. നമ്മളെക്കുറിച്ച് തന്നെയുള്ള അവയർനെസ്സും. ഈ അവയർനെസ് എന്ന് പറയുമ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ല ഉദ്ദേശിക്കുന്നത്. എനിക്കിത് മാറ്റാനും പറ്റും, എനിക്കിതിലേക്ക് വെളിച്ചം കൊണ്ടുവരാൻ പറ്റും. ഈ വെളിച്ചം എനിക്ക് ഇങ്ങനെയുള്ള ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലേക്ക് എനിക്ക് ഇരുന്ന് കൊണ്ടുവരാം. പിന്നെ ഏറ്റവും കൂടുതൽ സ്ലോ ആയിട്ടുള്ള പ്രോഗ്രസ് ഞാൻ കാണുന്ന ആൾക്കാർ സപ്രസ് ചെയ്യുന്ന ആൾക്കാരാണ്. ബിക്കോസ് ദെയർ ബോഡി ഡസൻ നോ ഹൗ ടു ലെറ്റ് ഗോ. റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഏറ്റവും പെട്ടെന്ന് ഷിഫ്റ്റ് ആവുന്നത്. ഹീലിംഗ് വർക്കിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ റീസെൻ്റ്ലി അൺഫോർച്ചുനേറ്റ്ലി വിമൻ എപ്പോഴും സപ്രസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഈ സപ്രസ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ അകത്ത് വെച്ചേ അവരുടെ ബോഡിക്കും അവരുടെ മൈൻഡിനും ശീലമുള്ളൂ. നമ്മുടെ മൈൻഡും ബോഡിയും വർക്ക് ചെയ്യുമ്പോൾ രണ്ടും രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ബോഡി വളരെ സ്ലോ ആണ്, കാരണം ഇവല്യൂഷൻ ഓഫ് ദ ബോഡി ഈസ് ഓൾസോ വളരെ പയ്യെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് 10 കിലോ കൂടത്തുമില്ല, ഒരു ദിവസം കൊണ്ട് 10 കിലോ കുറയില്ല, പയ്യാണ്. പക്ഷെ മൈൻഡിന് ഇങ്ങനൊരു ക്ലിക്ക് മതി മാറാൻ. റിപ്പീറ്റേഷൻ നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടിരുന്ന ആ ക്ലിക്കിലൂടെ അത് റെഡി ആയിക്കോളും. ബോഡിയിൽ ഡിസിപ്ലിൻ വേണം, മൈൻഡിന് റിപ്പീറ്റേഷന്, ബോഡിക്ക് ഡിസിപ്ലിനാണ് വേണ്ടത്. ഡിസിപ്ലിൻ ഡസൻ മീൻ ദാറ്റ് ഒരു സീരീസ് ഓഫ് പ്രാക്ടീസസ് അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയാണ് വേറെ. ഡിസിപ്ലിൻ എന്ന് പറയുമ്പോഴത്തേക്കും നേരെ പോയിട്ട് കുറേ റൂട്ടീൻ ഉണ്ടാക്കും. അപ്പോൾ റൂട്ടീനിൽ ഇപ്പോൾ രാവിലെ തന്നെ എനിക്കിന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയില്ല, അന്നത്തെ ദിവസം എൻ്റെ പോയി. നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതേ എന്തിനാണ്? നമുക്കൊരു സമാധാനം കിട്ടാനാണ്. എന്നിട്ട് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നില്ല എന്ന് പറയുന്ന കാര്യം. അങ്ങനെ ഒരു ക്ലയൻറ്റ് എനിക്ക് ഉണ്ടായിരുന്നു, മുംബൈയിലൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി വളരെ സ്ട്രിക്റ്റ് ആയിട്ടും വളരെ പെർഫെക്ഷനിസ്റ്റ് ആണ്. അപ്പം പക്ക എല്ലാ ദിവസവും ചെയ്യണം. ഒരു ദിവസം ആ കുട്ടിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റിയില്ല, അന്നത്തെ ദിവസമേ പോയി. അപ്പം അതിൽ കാര്യമില്ല. അപ്പോൾ റൂട്ടീൻ അല്ല നമുക്ക് വേണ്ട, ഡിസിപ്ലിനാണ്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ, ടുമോറോ ഐ വിൽ സ്റ്റാർട്ട്. നാളെ എനിക്ക് ചെയ്യാൻ പറ്റും. കുറേ ആൾക്കാർക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ഒരു സപ്പോർട്ടാണ് വേണ്ടത്. അവരെ റിക്കറൻ്റ്ലി ഓർമ്മിപ്പിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഒന്നും മനസ്സിലാക്കി പറ്റും കേട്ടോ, നമുക്ക് പറ്റും കേട്ടോ, അപ്പോൾ ഇതല്ലെങ്കിൽ നമുക്കിത് ചെയ്യാട്ടോ. അപ്പം വേറെ വഴികളുണ്ട്. അപ്പം ചിലവർക്ക് ഇത് വർക്കാവുന്നുണ്ടാവില്ല. അപ്പം അവരുടെ വിചാരം എനിക്കിതൊന്നും വർക്കാവില്ല. ഇതൊന്നുമല്ല, അത് വർക്കാവുന്നില്ലെന്നേ ഉള്ളൂ, വേറെ രീതിയുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ. എൻ്റെ രീതിയിൽ ഞാൻ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മുന്നോട്ടേക്കാണ്. ഓക്കെ, പാസ്റ്റിനേക്കാളും ഫ്യൂച്ചർ. അതായത് എനിക്കിതുണ്ട്, എനിക്ക് പ്രശ്നമുണ്ട്, ഇനി എന്ത് ചെയ്യാമെന്ന് നോക്കിയിട്ടേ കാര്യമുള്ളൂ.
മനസ്സിലായോ? ഒന്നാമത് എൻ്റെ ന്യൂമറോളജി ഞാൻ May 1 ആണ് ജനിച്ചിട്ടുള്ളത്. അപ്പം 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ എപ്പോഴും ലുക്കിംഗ് ഫോർവേഡ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഇത് എവിടെ നിന്ന് സംഭവിച്ചു എന്ന് അറിയുമ്പോൾ കുറേ സമാധാനം നമുക്ക് ഉണ്ടാവും. അതായത് അവരിൽ നിന്നാണ്. അപ്പോൾ വൈ ഞാൻ എന്തുകൊണ്ട് ഇതിൽ കൂടെ Go through ചെയ്തു. ഒരു ഉത്തരം ഉത്തരം കിട്ടും, ഒരു സമാധാനം. അപ്പോൾ നമ്മുടെ മൈൻഡിന് അപ്പോൾ കംഫർട്ട് വരും. കാരണം മൈൻഡ് ഗോട്ട് ആൻ ആൻസർ. പക്ഷെ ഞാൻ പറയുന്ന പോലെ മുന്നോട്ടേക്ക് മാത്രം ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കട്ട് ചെയ്ത് കളയണം. അതായത് ഓക്കെ, എൻ്റെ ഷർട്ടിൽ ചെളി പറ്റി, ഇനി എനിക്ക് എന്ത് ചെയ്യാം? കാരണം എന്തൊക്കെ അറിഞ്ഞാലും ഈ നിമിഷം എനിക്കതുണ്ടെങ്കിൽ അത് ഞാൻ മാറ്റിയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ കൂടുതലും അതിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാറ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്തെടുക്കാം. പക്ഷെ ചില ആൾക്കാർക്ക് ഇത് ഈ ഉത്തരം കിട്ടാതെ അവർക്ക് നീങ്ങാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറേ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഞാൻ പറയും ഹിപ്നോട്ടിക് തെറാപ്പി, അതുപോലെ ആകാശിക് റെക്കോർഡ്സ്, ഫാമിലി കോൺസലേഷൻ, നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ പാസ്റ്റിൻ്റെ ആ ഒരു ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ ഇത് പൊട്ടത്തരായിട്ട് തോന്നാം. പക്ഷേ എങ്ങനെയാണിത് വന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ബർത്ത് ഡേറ്റിനെ പറ്റി പറഞ്ഞപ്പോഴേ നമുക്കിങ്ങനെ പൊതുവേ നമ്മൾ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ ചിലപ്പോൾ ഇങ്ങനെ പറയുമല്ലോ, നിങ്ങളെ ബർത്ത് ഡേറ്റ്സ് തന്നിട്ട് ചിലപ്പോൾ ഒരു ബേസിക് ഇൻഫർമേഷൻ ആയി തരും. അപ്പം ചില ബർത്ത് ഡേറ്റിന് ഞാൻ കണ്ടിട്ടുണ്ട് യു ബോൺ വിത്ത് പെയിൻ, ആസ് ഇൻ നിങ്ങളൊരു പെയിന് അതെന്താണെന്ന് മനസ്സിലാവാത്ത പോലത്തെ ഒരു പെയിനും കൊണ്ടാണ് എന്ന് ഞാൻ കാണാറുണ്ട്. അത് ശരിക്കും ഇങ്ങനെ ഈ ജനറേഷണൽ ട്രോമ ലിങ്ക്ഡ് ആണോ? അതായത് എല്ലാ കാര്യങ്ങളും ഇന്റർ കണക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ആസ്ട്രോളജി, ന്യൂമറോളജി, ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ലൈറ്റ്, ഇപ്പം നമ്മളിരിക്കുന്ന ഈ ഒരു റൂമിൻ്റെ ഈ ഒരു ലൈറ്റ് ഇവിടെ നിന്നും മാറ്റി ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെച്ചാൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഡിഫറൻസ് ഇല്ലേ? ഉണ്ട്. അപ്പോൾ ഷിബ്ലയുടെ ബാക്കിലുള്ള ലൈറ്റ് ഷിബ്ലയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴും അതിൻ്റെ ഇമ്പാക്റ്റിൽ വ്യത്യാസമുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ പ്ലാനറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്. ഒരു പ്ലാനറ്റ് അവിടെ നിന്നും ഇപ്പുറത്തേക്ക് ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഇമ്പാക്റ്റ് ഡിഫറൻസ് ഉണ്ട് നമ്മളിലേക്ക്. അതുപോലെ ഇപ്പം ഷിബ്ല ചോദിച്ച പോലെ നമ്പേഴ്സ്, ഓരോന്നിനും ഓരോ മീനിങ്ങും കാര്യങ്ങളും ഉണ്ട്. അൾട്ടിമേറ്റ്ലി എൻഡ് ഓഫ് ദ ഡേ എല്ലാം വണ്ണാണ്. അത് വേറെ കാര്യം. അത് ആ ലെവൽ ഓഫ് ക്രിയേറ്റർ കോൺഷ്യസ്നെസ് എന്ന് പറയും. ആ ലെവൽ ഓഫ് അവയർനെസ് നമുക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾ ആ ഒരു രീതിയിലിരിക്കുക. അല്ലാതെ കുറച്ച് ലോജിക്കലി നമ്മൾ, അല്ലെങ്കിൽ വളരെ ബേസിക്കായിട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാ നമ്പേഴ്സിനും ഓരോരോ എനർജി ഉണ്ട്. അപ്പം 9 എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും എൻഡിങ് ആണ്. അപ്പോൾ ലാസ്റ്റ് ഇയർ വാസ് 2025, ഇയർ ഓഫ് 9 എന്നാണ് നമ്മൾ പറയുന്നത്. ബിക്കോസ് 2 + 2 + 5 9 ആണ്. അപ്പം 9ൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം അവസാനത്തിലേക്കാണ് വരുന്നത്. അത് ഷിബ്ല തന്നെ നോക്കിയാൽ മതി. കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു നമ്മുടെ ലൈഫ്? നമ്മളെല്ലാവരും ഓരോരുത്തർ ചിന്തിച്ചാൽ മതി. വളരെ ടഫായിരുന്നു കഴിഞ്ഞ വർഷം. കുറേ ക്ലോഷേഴ്സ് കിട്ടി, കുറേ ഫ്രണ്ട്സും കുറേ ഫാമിലി മെമ്പേഴ്സൊക്കെ അടിച്ചുപോയി നമ്മുടെ ലൈഫിൽ നിന്നും. ഒരുപാട് എന്താ പറയുക, ഈ നമ്മൾ പറയില്ലേ, മൊത്തത്തിലൊന്ന് കലങ്ങി. എന്നിട്ട് പയ്യെ സെറ്റിലാവാൻ തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ നോക്കിയാൽ മതി, കഴിഞ്ഞ വർഷത്തിലുണ്ടായിരുന്ന കുറേ പേര് ഈ വർഷം നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ ക്ലോഷറായിരുന്നു, എല്ലാത്തിൻ്റെയും ഒരു അവസാനമായിരുന്നു. ആൻഡ് ദിസ് ഈസ് എ ഇയർ ഓഫ് 1, അതായത് 2 + 2 + 6 2026. സോ ദാറ്റ് ഈസ് 10 വരും. 10 വരുന്ന 1 ആണ്. 1 ആണ്. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ എല്ലാം ന്യൂ ബിഗിനിങ്സ് ആണ്. അപ്പോൾ ഈ വർഷം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അതിപ്പോൾ നമ്മുടെ ഹാബിറ്റ്സ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ഫ്ലറിഷിങ്ങിലേക്ക് വരും. അതാ എനർജി അങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ എനർജിക്കും ഓരോ ഇമ്പാക്റ്റ് ഉണ്ട് ലൈഫിൽ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക്, അതായത് നമ്മളിപ്പോൾ ശ്രമിക്കുവാണെങ്കിൽ എല്ലാം നടക്കും. ഓരോരോ കാര്യങ്ങളിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെച്ചിട്ട്, അത് പയ്യെ ആണെങ്കിലും ഫാസ്റ്റ് ആണെങ്കിലും ബ്യൂട്ടിഫുള്ളി അത് മൂവ്മെന്റ് ആണ് ഈ വർഷത്തെ തീം. ലാസ്റ്റ് ഇയർ വാസ് ഒതന്റിസിറ്റി. കാരണം സത്യം വേണം. ഒതന്റിക് എന്ന് പറഞ്ഞാൽ എന്താ? യു ആർ ഒതന്റിക് ടു യുവർ സെൽഫ് മീൻസ് യു ആർ ബ്രൂട്ടലി ട്രൂത്ത്ഫുൾ ടു യുവർ സെൽഫ്. സോ കഴിഞ്ഞ വർഷം ഈ ഇത്രയും ഒത്തൻറ്റിക് ആയിട്ടിരുന്നാൽ മാത്രമേ നമുക്കെല്ലാം ക്ലോഷേഴ്സും പ്രോപ്പർലി ചെയ്യാൻ പറ്റുള്ളൂ. ഈ വർഷം ഫോർവേഡ് ഗോയിങ്, എന്താ പറയുക, മൂവിങ് ഫോർവേഡ്, അല്ലെങ്കിൽ എന്താ പറയുക, കുതിര ഹോസിയറാണ്. കുതിര തന്നെ എന്താ, സ്ട്രെങ്ത്, പവർ, ബോഡി, എനർജി, ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ മൂവിങ് ഫോർവേഡ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ അലൈൻഡാണ്, എല്ലാം അലൈൻഡാണ്. അപ്പോൾ നമ്മുടെ പേരൻസിൻ്റെ, നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ, നമ്മളുടെ എന്താ പറയുക, റിലേറ്റീവ്സിൻ്റെ, ഇവരുടെ എല്ലാവരുടെയും ഒരു ഇമ്പാക്റ്റ് ശരിക്കും പറഞ്ഞ് ഇൻ്റർഫിയറൻസ് നമ്മുടെ ലൈഫിലുണ്ട്, ഡയറക്റ്റ്ലി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരെ കുറിച്ചും കാഴ്ചപ്പാടുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തി എൻ്റെ ലൈഫിലെ ഒരു റിലേറ്റീവാണ്. അവരെക്കുറിച്ച് എൻ്റെ ഉള്ളിലൊരു ധാരണയുണ്ട്, ഞാൻ അവരായിട്ട് കണക്റ്റഡ് അപ്പോൾ
ആ വ്യക്തിയുമായിട്ട് എനിക്കൊരു കോഡുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഷിബ്ലയായിട്ട് സംസാരിക്കുന്നു, നമ്മൾ തമ്മിൽ ഒരു കോഡുണ്ട്. കോഡെന്ന് വെച്ചാൽ എനർജറ്റിക് ആയിട്ടുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു കണക്ഷനെയാണ് കോഡെന്ന് പറയുന്നത്. സോ ഈ കോഡ്സ് എത്ര പേരായിട്ട് എനിക്കുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയും എനിക്ക് ഈ വ്യക്തിയെ തീരെ ഇഷ്ടമല്ല, എനിക്ക് ഈ വ്യക്തിയെ പറ്റില്ല, ഐ ഹേറ്റ് ദാറ്റ് പേഴ്സൺ, എൻ്റെ ലൈഫിലേ അവരില്ല. അത് വളരെ തെറ്റിദ്ധാരണയാണ്. ഇഫ് യു ഹേറ്റ് എ പേഴ്സൺ, ദാറ്റ് പേഴ്സൺ ഈസ് ഇൻസൈഡ് യു. അതായത് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതിനെ അത്ര തന്നെ ഉള്ളിലേക്ക്. ഇപ്പോൾ ഞാൻ എൻ്റെ ക്ലയൻസിനോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നെയിം വൺ പേഴ്സൺ ഇൻ യുവർ ലൈഫ് ഹു യു ആർ അറ്റാച്ച്ഡ് വിത്ത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ പേരായിരിക്കും ആദ്യം പറയാം. അത് ആ ചോദ്യം അങ്ങനെയാണല്ലോ. നമ്മൾ അറ്റാച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് പറയാൻ പറയും, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് പറയും. ഇത് ഒരു വലിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ പേര് പറയാനല്ല പറഞ്ഞേ, നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് പറയാനാണ് പറഞ്ഞത്. സോ അറ്റാച്ച്മെന്റ് ഇസ് നോട്ട് ഓൾവേസ് കംസ് ഫ്രം ലവ്. അറ്റാച്ച്മെന്റ് ക്യാൻ ബി ഇൻ എ ഫോം ഓഫ് ഹേറ്റ്രഡ്. അറ്റാച്ച്മെന്റ് ക്യാൻ ബി ഇൻ എ ഫോം ഓഫ് ബിട്രയൽ. അതുകൊണ്ടാണ് പറയണത്, നമ്മൾ ഒരാളടുത്ത് ദേഷ്യം വെക്കുന്നത് നമ്മുടെ എനർജിക്കും നമുക്കൊക്കെ ബാധിക്കും. കാരണം ഞാൻ സ്നേഹിക്കുന്ന, ഫോർ എക്സാമ്പിൾ എൻ്റെ ഹസ്ബൻഡിനെ, എൻ്റെ മകനെ ഞാൻ സ്നേഹിക്കുന്നു, അവരെനിക്ക് ഇത്ര ഇഷ്ടമാണ്, എൻ്റെ അകത്താണ്. അതുപോലെ ഞാനൊരു വ്യക്തിയെ വളരെ വെറുക്കുന്നു, അത്രയും തന്നെ വെറുക്കുന്നു. ആ വ്യക്തിയും എൻ്റെ ഹസ്ബൻഡും കുട്ടി ഇരിക്കുന്ന അതേ പൊസിഷനിൽ തന്നെ അപ്പുറത്തിരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ്. എവറിതിങ് ഈസ് കണക്റ്റഡ്. സോ യുവർ ഫാമിലി ഈസ് ദ നമ്പർ വൺ. നമ്മളുടെ ഫുൾ പാറ്റേൺസ് നമ്മുടെ കാര്യങ്ങളിലേക്ക് എല്ലാം കൊണ്ടുതരുന്ന, അതായത് നമ്മൾ നോക്കിയാൽ മതി, നമ്മുടെ പേരൻസിൻ്റെ ഒട്ടുമിക്ക നമുക്ക് ഇഷ്ടമില്ലാത്ത പാറ്റേൺസും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. അത് നമ്മളൊരു പ്രായം വരെ ചിലപ്പോൾ തിരിച്ചറിയുന്നുണ്ടാവില്ല. ഒരു പ്രായം കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ സെയിം. ഇപ്പോൾ എൻ്റെ മോനോട് ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ആദ്യം നീ ലൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ ഞാൻ എപ്പോഴും കൈ എടുത്ത് ഇങ്ങനെ സംസാരിക്കുക, എൻ്റെ കൈ എപ്പോഴും ഇങ്ങനെ വയ്ക്കും. ഞാൻ പറയും, നീ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഈ കൈ എവിടെ നിന്നാണ് വന്നത്? ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും ടീച്ചേഴ്സിൻ്റെ കൈ കണ്ടതാവാം. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല, എൻ്റെ പേരൻസ് അങ്ങനെ കാണിക്കാറില്ല. അപ്പോൾ പിന്നെ വേറെ എവിടെ നിന്നെങ്കിലും ഞാനത് പിക്ക് ചെയ്തതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ മൂവീസിലൊക്കെ കാണിക്കാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ചിലപ്പോൾ കണ്ടതായിരിക്കാം. ഒരു പ്രാവശ്യം ഞാൻ ഫാനും ലൈറ്റ് ഓഫ് ചെയ്യാതെ പോയപ്പം എൻ്റെ മോൻ, അമ്മ യു ഡിഡ്ന്റ് സ്വിച്ച് ഓഫ് ഈ സെയിം കൈ ഇങ്ങനെ കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് അയ്യോ എന്നെ മിറർ ചെയ്തു. കിട്ടി നമുക്കത് കത്തി. അപ്പോൾ അതിനുശേഷം അപ്പം ഞാൻ ശ്രദ്ധിക്കും, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഇതൊരു ആക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നോർമലി പറഞ്ഞാൽ മതി. അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്തപ്പോൾ അവനിലും അത് ചേഞ്ച് ആവാൻ തുടങ്ങി. അപ്പോൾ നമ്മളുടെ പാറ്റേൺസ് ആണ് നമ്മുടെ കുട്ടികൾ ക്യാരി ചെയ്യുക. നമ്മളും ഒരു 90% നമ്മുടെ പേരൻസിൻ്റെ, നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ എല്ലാം പാറ്റേൺസ് ക്യാരി ചെയ്യുന്നുണ്ട്. അതാണ് സത്യം.